Hi friends, welcome to V4 Civil. വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി എ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി V4 Civil ഒരുക്കുന്ന ഒരു മോസ്റ്റ് എക്സ്പെക്റ്റഡ് സീരീസിൽ നിന്നും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന സബ്ജക്റ്റിൽ നിന്നാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question: the resultant of two forces P and Q acting at an angle theta makes an angle alpha with P, then tan alpha is given by. Question എന്ന് വെച്ചാൽ P and Q ആണ് രണ്ട് ഫോഴ്സസ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ. ഈ രണ്ട് ഫോഴ്സസിൻ്റെയും റിസൾട്ടൻറ്റ് ആക്ട് ചെയ്യുന്നത്, അതായത് P എന്ന ഫോഴ്സിൽ നിന്നും ആൽഫ ആംഗിൾ മാറിയിട്ടാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് കാണേണ്ടത് ടാൻ ആൽഫൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. സോ നമുക്കറിയാം പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എല്ലാവർക്കും ഫെമിലിയർ ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പാരലലോഗ്രാം ലോ. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പി ആൻഡ് ക്യൂ രണ്ട് ഫോഴ്സസ്, ഫോഴ്സ് പി ദെൻ ക്യൂ, ഫോഴ്സ് ക്യൂ. The Q forces ഇത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്നാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ടൻറ്റ് പി ആയിട്ട് മേക്ക് ചെയ്യുക, ദോസ് ദ റിസൾട്ടൻറ്റ്. ഇതാണ് ഇതിൻ്റെ റിസൾട്ടൻറ്റ്. റിസൾട്ടൻറ്റ് ആർ ദ റിസൾട്ടൻറ്റ് പി ആയിട്ട് മേക്ക്, അതായത് ഈ ഫോഴ്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ ആൽഫ എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഫോഴ്സിങ് കണ്ടീഷൻ. ഇത് നമ്മളൊരു പാരലലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഈ ഒരു ഫോഴ്സ് നമ്മൾ പാരലലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം. സോ ഇതാണ് പാരലലോഗ്രാം. ഈ സൈഡ് പി ആണെങ്കിൽ ഓൾസോ ഈ സൈഡ് പിയും ഈ സൈഡ് ക്യൂ. രണ്ട് പാരലൽ സൈഡിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് സെയിം ആണ്. ദാറ്റ് മീൻസ് തീറ്റ. ഈ രണ്ട് പാരലൽ ഫോഴ്സിൻ്റെ ഇടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഇത് നമ്മൾ വീണ്ടും ഒരു എക്സ്റ്റൻഷൻ ഫോമിൽ വരക്കുമ്പോൾ ഡ്രോപ്പ് ചെയ്യും. ഒരു ട്രയാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ ലെങ്ത്തും ഈ സൈഡിൻ്റെ ലെങ്ത്തും നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇത് തീറ്റ ആണെങ്കിൽ ഈ സൈഡ് നമ്മളാണ് ക്യൂ കോസ് തീറ്റ, ഈ സൈഡ് നമ്മൾ ക്യൂ സൈൻ തീറ്റ. ക്യൂ കോസ് തീറ്റ ആൻഡ് ക്യൂ സൈൻ തീറ്റ. ഫിഗർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് ഫോഴ്സസ് അത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, പിന്നെ അതിൻ്റെ ആ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആറ്, അതും പിയും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ. പിന്നെ ഇതിൽ ഒരു പാരലലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്ത് ഫിഗറിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ അതായത് രണ്ട് പാരലൽ സൈഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഈക്വൽ ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും ക്യൂ സൈൻ തീറ്റ ആൻഡ് ക്യൂ കോസ് തീറ്റ എന്ന് കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്ക് ടാൻ ആൽഫക്ക് ഇക്വേഷൻ കണ്ടെത്തണം. വാട്ട് ഇസ് ടാൻ ആൽഫ? ടാൻ ആൽഫ അതായത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ ടാൻ ആൽഫ is equal to opposite side by adjacent. നമുക്കറിയാം ടാൻ ആൽഫൻ്റെ പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ അതിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അഡ്ജസൻറ്റ്, ദിസ് വൺ. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഈ ഡിസ്റ്റൻസ് ആണ് അഡ്ജസൻറ്റ് സൈഡ്. സോ നമുക്ക് ഇക്വേഷനെ വീണ്ടും എഴുതാം. ടാൻ ആൽഫ is equal to ഓപ്പോസിറ്റ് സൈഡ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത് മാത്രമല്ല, അഡ്ജസൻറ്റ് സൈഡ് ഈ ഒരു ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അഡ്ജസൻറ്റ് സൈഡ് പി പ്ലസ് ക്യൂ കോസ് തീറ്റ, പി പ്ലസ് ക്യൂ കോസ് തീറ്റ.
ഓക്കെ, ഇതാണ് ടാൻ ആൽഫൻ്റെ ഇക്വേഷൻ. ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാൻ ആൽഫ is equal to q sin theta divided by p plus q cos theta. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ടാൻ ആൽഫ is equal to q sin theta divided by p plus q cos theta. ഇതന്നെയല്ലേ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അപ്പോൾ ഓക്കെ അല്ല, ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the two forces are acting at an angle 120 degree, then the bigger force is 40 Newton and the resultant is perpendicular to smaller one. Then the smaller force is. അതായത് രണ്ട് ഫോഴ്സ് എക്സാമ്പിൾ പി ആൻഡ് ക്യൂ, ആ പി ആൻഡ് ക്യൂ ഫോഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 120 ഡിഗ്രി. അതിൽ പി ആൻഡ് ക്യൂ ഫോഴ്സസിൽ ലാർജർ ഫോഴ്സസിന് നമ്മൾ 40 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നത്. അത് എന്നാൽ അതിൽ സ്മോളർ ഫോഴ്സ് റിസൾട്ടൻ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. റിസൾട്ടൻ്റ് ഫോഴ്സ് ഇസ് പെർപെൻഡിക്കുലർ ടു സ്മോളർ വണ്ണ്. സ്മോളർ വണ്ണിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു കേസ് നമുക്ക് ഡ്രോ ചെയ്യാം. സോ ഫോഴ്സ് 1 അത് ആക്ട് ചെയ്യുന്നത് 120, അതായത് സെക്കൻഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 120 ആംഗിളിലാണ്. ഈ ഫോഴ്സിനെ നമുക്ക് ബിഗർ ഫോഴ്സ് ആയിട്ട് കണക്ട് ആക്കാം. സോ അത് 40 ന്യൂട്ടൺ. അപ്പോൾ ഇതിൽ സ്മോളർ വൺ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സസ് ആണ്. സോ ഈ ഫോഴ്സും റിസൾട്ടൻറ്റും മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞു 90 ഡിഗ്രി. സോ this one is resultant. ഇത് ആക്ട് ചെയ്യുന്ന ആംഗിൾ ഇത് 120 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. സോ സെയിം കണ്ടീഷനാണ് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ കണ്ടീഷൻസ്. പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്, ഇതാണ് ഇതിൻ്റെ ഫോഴ്സിങ് കണ്ടീഷൻസ്. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ സ്മോളർ വണ്ണിൻ്റെ വാല്യൂ ഓഫ് ദി സ്മോളർ വൺ. സോ നമുക്ക് ടാൻ ആൽഫ is equal to, നമുക്ക് ടാൻ ആൽഫ തന്നിട്ടുണ്ട് 90 ഡിഗ്രി. ആൽഫ ദിസ് ഇസ് തീറ്റ 120 ഡിഗ്രി. സോ നമുക്ക് ഈ സ്മോളർ ഫോഴ്സ് കാണണമെങ്കിൽ ഇക്വേഷൻസ് ഇതാണ്. നമുക്ക് കാണേണ്ട എഫ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എഫ് is equal to, എഫിനെ നമ്മൾ ടാൻ ആൽഫൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ടാൻ ആൽഫ is equal to 40 cos 40 sin theta is equal to 120 degree divided by f plus 40 cos 120. സോ ആൽഫ is equal to 90 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ ആൽഫ is equal to ഇൻഫിനിറ്റി ആണ് ടാൻ ആൽഫ. ഇൻഫിനിറ്റി is equal to 40 sin 120 divided by f plus 40 cos 120. ഈ എ ബൈ ബി എന്നുള്ള ടേംസ് ഏത് സമയത്താണ് ഇൻഫിനിറ്റ് വാല്യൂ ആവുക നമുക്കറിയാം. ബേസിക് ടേംസ് അറിയാം. എക്സ് ബൈ വൈ is equal to 0 ആണെങ്കിൽ y is equal to ഇൻഫിനിറ്റ്. ഓ എക്സ് ബൈ വൈ is equal to ഇൻഫിനിറ്റ് ആണെങ്കിൽ y is equal to 0 എന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഇതാണ് ഈ രണ്ട് ബേസിക് ടേംസ്. സോ ഈ ബേസിക് ടേംസിൽ നിന്ന് നമുക്ക് പറയാം ഈ ഇൻഫിനിറ്റി വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു എഫ് പ്ലസ് 14 cos 120 is equal to 0, അതായത് y equal to 0 എന്നാലേ ഈ ഒരു എ ബൈ ബി ടേംസ് ഇൻഫിനിറ്റ് വാല്യൂ കിട്ടുള്ളൂ. സോ നമുക്കറിയാം എഫ് പ്ലസ് 14 cos 120 is equal to 0. എഫ് y is equal to 0. അതിൽ നിന്നും എഫ് is equal to 20 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? എഫ് is equal to 20 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ?
നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം സ്മോളർ ഫോഴ്സിന്റെ വാല്യൂ എന്താണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് എന്ന്. ഓപ്ഷൻ എ 40 ന്യൂട്ടൺ, അതല്ലല്ലോ നമുക്ക് കിട്ടിയത്. ഓപ്ഷൻ ബി 120 ന്യൂട്ടൺ, ഓപ്ഷൻ സി 20 ന്യൂട്ടൺ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 20 ന്യൂട്ടൺ. അതായത് 40 ന്യൂട്ടൺ ലോഡും 20 ന്യൂട്ടൺ ലോഡും ആണ് നമുക്ക് കിട്ടിയ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ 2 ലോഡ്സ്, 2 ഫോഴ്സസ് 20 ന്യൂട്ടൺ ആൻഡ് 40 ന്യൂട്ടൺ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെയും സെയിം മെത്തേഡാണ്, പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ആണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The angle between two forces when the resultant is maximum and the minimum. റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ മാക്സിമം ആവുന്ന കേസിലും മിനിമം ആവുന്ന കേസിലുള്ള ആംഗിളിൻ്റെ വാല്യൂ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ റിസൾട്ടൻറ്റ് കാണാനുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. R is equal to root of P square plus Q square plus 2 cos theta. ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. സോ ഇതെന്തായാലും ബൈ ഹേർട്ട് ആക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഏതൊക്കെയാണ് കോൺസ്റ്റൻറ്റ് വാല്യൂസ്? 2 ഫോഴ്സസും കോൺസ്റ്റൻ്റ് ആണ്. സോ പി ആൻഡ് ഈ ഒരു ടേംസ് കോൺസ്റ്റൻറ്റ്, ഈ 2pq എന്നുള്ള ടേംസും കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ ഏത് ടേം വേരി ചെയ്യുമ്പോഴാണ് നമുക്ക് ആറിൻ്റെ വാല്യൂസ് വേരിങ് ചെയ്യുന്ന കേസസ് എന്തൊക്കെയെന്ന് നോക്കാം. കോസ് തീറ്റൻ്റെ വാല്യൂ ആണ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഫോർ ഗെറ്റിംഗ് ആർ മാക്സിമം ആൻഡ് ആർ മിനിമം. ഓക്കെ, സോ ആർ മിനിമം ആവുന്ന കേസസ്, ആർ മിനിമം വെൻ തീറ്റ മിനിമം. ആറ് മിനിമം ആവണമെങ്കിൽ തീറ്റയും മിനിമം ആവണം. Then R maximum when theta is maximum. R മിനിമം ആകുമ്പോൾ തീറ്റ മിനിമം ആവണം. തീറ്റ മിനിമം ആവുന്ന കേസിലാണ് R മിനിമം വാല്യൂ കിട്ടുക. തീറ്റ മാക്സിമം ആവുന്ന കേസിലാണ് R മാക്സിമം കിട്ടുക. സോ കോസ് തീറ്റ മിനിമം ആവുന്ന മാക്സിമം ആവുന്ന കേസും നമുക്കൊന്ന് വരക്കാം. കോസ് തീറ്റ മിനിമം ആൻഡ് മാക്സിമം. ഒരു ക്വാഡ്രന്റ് വരക്കുമ്പോൾ 0 ആംഗിളിൽ കോസ് തീറ്റ 1, 90ൽ 0, 180ൽ -1, ദെൻ 0. ഇതാണ് കോസ് തീറ്റൻ്റെ ക്വാഡ്രൽ വാല്യൂസ്. സോ ഇവിടെ എത്തുമ്പോഴാണ് ആറിന് മാക്സിമം വാല്യൂ കിട്ടുന്നത്, അതായത് തീറ്റ ഈക്വൽ ടു 0. ഇവിടെ എത്തുമ്പോഴാണ് കോസ് തീറ്റയ്ക്ക് മിനിമം വാല്യൂ കിട്ടുന്നത്. സോ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ കിട്ടിയല്ലോ. ഇവിടെ തന്നെ നമുക്ക് ആൻസർ ആയി. തീറ്റ 0 ആകുമ്പോഴാണ് കോസ് തീറ്റ മാക്സിമം. കോസ് തീറ്റ മാക്സിമം ആയാൽ ആർ വാല്യൂ മാക്സിമം ആവും. ഇവിടെ എത്തുമ്പോൾ കോസ് 180 is equal to -1, അതായത് മിനിമം വാല്യൂ. തീറ്റ മിനിമം ആകുമ്പോൾ ആർ മിനിമം ആവും. സോ ദ ആംഗിൾ അറ്റ് മിനിമം റിസൾട്ടൻറ്റ് is equal to 180 ഡിഗ്രി. സോ നമുക്ക് ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Theta is equal to 0 degree. So R become R is equal to P square plus Q square plus 2PQ cos 0. Cos 0 is equal to 1. അതാണ് നമ്മൾ ക്വാർട്ടർ വാല്യൂസ് കണ്ടുവച്ചു. So R is equal to root of P square plus Q square plus 2PQ. ഈ ഒരു വാല്യൂവിന് നമുക്ക് ചേഞ്ച് ചെയ്യാം. വേറൊരു ഇക്വേഷനോട് ചേഞ്ച് ചെയ്യാം. വിനോ A square plus B square plus 2BQ. അത് പറഞ്ഞാൽ എന്താ? A square plus B square plus 2BQ എന്ന് പറഞ്ഞാൽ A plus B all square. സോ ഇതിനെ നമുക്ക് P plus Q whole square, root of P plus Q all square. സോ റൂട്ട് ഓഫ് സ്ക്വയർ പറഞ്ഞാൽ ആ ടേം. സോ R is equal to P plus Q. R when R is maximum. നെക്സ്റ്റ് കേസസിൽ തീറ്റയ്ക്ക് നമ്മൾ 180 ഡിഗ്രി കൊടുത്തു. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. ഈ കേസസിൽ ആറിൻ്റെ വാല്യൂ, സോ R is equal to
root of p square plus q square plus 2pq cos 180. Cos 180 അറിയാം minus 1. So I become r is equal to root of p square plus q square minus 2pq. Same ഈ ടേംസിനെ നമുക്ക് വേറൊരു ഇക്വേഷനിലോട്ട് ഫോം ചെയ്യാം. സോ r is equal to root of p minus q whole square. സ്ക്വയറിനെ റൂട്ട് ചെയ്യുമ്പോൾ ടേംസ് സെയിം. r is equal to p minus q. Then r minimum. r minimum ആവുന്ന കേസിലും r maximum ആവുന്ന കേസസിലുള്ള ഇക്വേഷൻസ് കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്ക് ആകെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഏത് ആംഗിളിലാണ് r മിനിമം ആവുന്നത്, r മാക്സിമം ആവുന്നത്. അത് നമുക്ക് ഫസ്റ്റ് കിട്ടി. തീറ്റ ഈക്വൽ ടു 0യിലാണ് r വാല്യൂ ഇസ് മാക്സിമം, അങ്ങനെ തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രിയിലാണ് r വാല്യൂ ഇസ് മിനിമം. സോ ഓപ്ഷൻ ശ്രദ്ധിക്കാം. ഓപ്ഷൻ എ 0 ആൻഡ് 180 ഡിഗ്രി ഇതന്നെയല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയത്. സോ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് 0യിലും 180യിലാണ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് r കിട്ടുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 0 ആൻഡ് 180 ഡിഗ്രി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റിസൾട്ടൻറ്റിൻ്റെ ജനറൽ ഇക്വേഷൻസ് ആണ് ബൈ ഹാർട്ടായി പഠിക്കണം, കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ് ഈ ഒരു പോർഷനിൽ. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി, ആൻസർ ഓപ്ഷൻസും ചെയ്തതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം ഫ്രിക്ഷൻ force which comes into play when a body just begins to slide over the surface of the body is known as. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് ഓപ്ഷൻ എ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഓപ്ഷൻ ബി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, നൺ ഓഫ് ദിസ്. ഇതാണ് ഓപ്ഷൻസും. വാട്ട് ഈസ് എ ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ്റെ ഒരു ബേസിക് ആപ്ലിക്കേഷൻ ലെവലിൽ വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു ബോഡിയാണ്, ഈ ഒരു പെണ്ണ് ഒരു ബോഡി. ഈ ബോഡി റെസ്റ്റിലിരിക്കുകയാണ്, ഒരു മൂവ്മെൻ്റ് ഒന്നുമില്ല. ഒരു സർഫസിൽ പെയിൻ സർഫസിൽ വെച്ച് റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ നമ്മളൊരു എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്തു, ജസ്റ്റ് ഒന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ബോഡി വീണ്ടും ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴും ആ ബോഡി സ്റ്റേഷനറി ആണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം ആ ബോഡി തിരിച്ച് അതിനൊരു റിയാക്ഷൻ, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ റിയാക്ഷൻ നമ്മൾ ഫ്രിക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ബോഡീൻ്റെ സ്റ്റേറ്റ് മാറാതെ അതിൽ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ നമ്മൾ ഫ്രിക്ഷൻ എന്നാണ് പറയുന്നത്. റെസ്റ്റിലിരിക്കുന്ന ബോഡി ആയതുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നും പറയും. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ബോഡി ആയിട്ട് റെസ്റ്റ്. ഫ്രിക്ഷൻ ഓർ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫ്രിക്ഷൻ ഓർ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫ്രിക്ഷൻ. ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ അതർ നെയിം. സോ നമ്മളുടെ ഫോഴ്സിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് കൂട്ടി കൊടുന്നു, തിരിച്ചും ആ ബോഡി അതേ സ്റ്റേറ്റിൽ ഇൻക്രിമെൻറ്റ് ചെയ്ത് റിയാക്ഷൻ തന്നു. ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മാക്സിമത്തിലെത്തി. ആ ഒരു പോയിന്റ്സിൽ ആ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു മൂവ്, അത് മൂവ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു മൂവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ ഒപ്പോസ് ചെയ്ത് കാണാൻ ആ ബോഡി തരുന്ന ആ റിയാക്ഷനെ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ്റെ മാക്സിമം ലിമിറ്റ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം. ഇതാണ് ഫ്രിക്ഷൻ. അപ്പോൾ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി. ആ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിൻ്റെ വാല്യൂ തൊട്ട് മുന്നേ ഉള്ള എഫേർട്ടിനേക്കാളും കുറച്ച് കുറവായിരിക്കും. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഒരു ബോഡി പ്ലെയിൻ സർഫസിൽ വെക്കുമ്പോൾ ആ ബോഡിയും പ്ലെയിൻ സർഫസും തമ്മിലൊരു ഇൻ്റർമോളിക്കുലാർ അട്രാക്ഷൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഇൻ്റർമോളിക്കുലാർ അട്രാക്ഷൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് കാരണം നമ്മൾ മുന്നേ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ എഫേർട്ട് കൂടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷമേ നമുക്ക് ഈ ഒരു ബോഡീനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ അതൊരു എക്സ്ട്രാ എഫേർട്ടായി എടുത്തിട്ട് ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൂടിയിട്ടും വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സാണ് നമ്മൾ ആ ടൈമിൽ കൊടുക്കുന്നത്.
സോ ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്നതാണ് മീനിങ്. സോ ആ ബോണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് നമുക്ക് പിന്നെ മുന്നേ കൊടുത്ത ആ എഫേർട്ട് പിന്നെ ആ ബോഡിക്ക് എക്സേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് ബോഡി മൂവ് ചെയ്തിട്ട് പിന്നെ ഉണ്ടാകുന്ന ഫ്രിക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് കൈനമാറ്റിക് ഫ്രിക്ഷൻ. ബോഡി അറ്റ് മൂവിങ് സ്റ്റേറ്റ്, കൈനമാറ്റിക് ഫ്രിക്ഷൻ, ബോഡി മൂവിങ് സ്റ്റേറ്റിലാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. മാക്സിമം frictional force which comes into play when a body just begins to slide over the surface of the body is known as ഓപ്ഷൻ എ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇതന്നെയല്ല നമ്മൾ പറഞ്ഞ മാക്സിമം ഫ്രിക്ഷൻ, അതായത് ബോഡി മൂവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആ മാക്സിമം ഓപ്പോസിറ്റ് റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫ്രിക്ഷൻ എന്താണ്, അതിൻ്റെ സ്റ്റേറ്റിലുള്ള ഓരോരോ സ്റ്റേറ്റിൽ ഒരു ബോഡിൻ്റെ ഓരോരോ സ്റ്റേറ്റിലുള്ള ഫ്രിക്ഷൻ്റെ ടൈപ്പ് ഏതാണെന്നൊക്കെ പറഞ്ഞു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A small hole is scooped out from the body and is filled with a denser material than the CG of the body is. ഇതിൻ്റെ കണ്ടീഷൻസ് പറയാം. നമ്മളൊരു ബോഡിയിൽ ഒരു സം പോർഷൻ സ്കൂപ്പ് ചെയ്തെടുത്തു. ആ സ്കൂപ്പ് ചെയ്ത പോർഷനിൽ നമ്മൾ ഡെൻസർ മെറ്റീരിയൽ, അതായത് കമ്പാരിറ്റീവ്ലി ആ ബോഡിനെ അപേക്ഷിച്ചിലേറെ ഡെൻസർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് ഫിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ CG പൊസിഷൻ എന്താണ് എന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്നും ചോദിക്കുന്നത്. സോ നമുക്ക് കണ്ടീഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്തു. ഇതാണ് നമ്മുടെ ബോഡി, ഈ ഒരു ബോഡിയാണ്. ഇതിൻ്റെ CG നിൽക്കുന്നത് ഈ ഒരു പോയിന്റ് CG, അതായത് ഈ വോൾ ബോഡീൻ്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ CG എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ബോഡീൻ്റെ CG ആണ് ഈ ഒരു പൊസിഷനിലാണ്. ആ ഒരു കേസസിൽ നമ്മൾ ഇവിടെ ഒരു സം പോർഷൻ സ്കൂപ്പ് ചെയ്തത് കട്ട് ചെയ്തെടുത്തു. ഈ ബോഡിയിൽ നിന്നും ഈ പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ആ ബോഡീൻ്റെ ഈ ഭാഗത്തെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി ഈ ഭാഗത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അതായത് ഓൾ വെയിറ്റ് ബോഡി കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗത്തെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു കേസിൽ CG എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ട്, അതായത് വെയിറ്റ് കൂടിയ ഭാഗത്തോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ CG ഇവിടെ ആയിരിക്കും. സോ നമ്മൾ ആ സ്കൂപ്പ് ചെയ്ത ഭാഗത്ത് ഒരു ഡെൻസർ മെറ്റീരിയൽ വെച്ചിട്ട് ഫിൽ ചെയ്തു. അതായത് ഈ ഒരു ബോഡീനെ അപേക്ഷിച്ച് മോർ ഡെൻസർ ആയിട്ടുള്ള വേറൊരു മെറ്റീരിയൽ വെച്ചിട്ട് ഈ ഒരു സ്കൂപ്പിംഗ് പോർഷൻ നമ്മൾ ഫിൽ ചെയ്തു. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ ഒരു പോർഷൻ അപേക്ഷിച്ച് ഇവിടെ വെയിറ്റ് കൂടുതലാവും അല്ലേ. ഇവിടെയാണ്, കാരണം ഇവിടെ ഡെൻസർ മെറ്റീരിയലാണ്. ഈ ഒരു ബോഡീനെ അപേക്ഷിച്ച് മോർ ഡെൻസർ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചാണ് ഇത് ഫിൽ ആയത്. സോ നമ്മൾ CG പറഞ്ഞാൽ അത് മോർ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗത്തോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഇവിടെ ആയിരിക്കും പിന്നെ അതിൻ്റെ CG. ഡെൻസർ മെറ്റീരിയൽ ഫിൽ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ CG എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെൻസർ മെറ്റീരിയലിനിട്ട് ടുവാർഡ്സ് ആയിട്ടായിരിക്കും പിന്നെ അതിൻ്റെ CGൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കേസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളൊരു വുഡൻ ബോഡിയിൽ ഒരു ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ CGയിൽ നിന്നും ആ ഏത് ഭാഗത്തോട്ടാണോ ആ ബോഡി വെയിറ്റ് ചെയ്യുന്നത് ആ ഭാഗത്തോട്ട് ആ CG മൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആ ഹോളിൽ ഒരു ഡെൻസർ, അതായത് ഒരു സിമെൻറ്റ് കോൺക്രീറ്റ് വെച്ച് ഫിൽ ചെയ്തു. അപ്പോൾ ആ ഒരു സൈഡിൽ വെയിറ്റ് കൂടിയിട്ടുണ്ടാവുമല്ലോ. ഈ സൈഡിലെ വെയിറ്റ് കൂടുന്തോറും ഈ CG ഈ ഒരു സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടേ വന്നു. സോ അത് ഒരു ഡെൻസർ മെറ്റീരിയലിൻ്റെ അടുത്തായിട്ട് CG ഫൈനലായിട്ട് CG ലൊക്കേറ്റ് ചെയ്യണം ഈ ഒരു കേസിൽ പറയുന്നത്. സോ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഓപ്ഷൻ എ, മൂവ്സ് ടുവാർഡ്സ് ദ ഹോൾസ്, അതായത് മൂവ്സ് ടുവാർഡ്സ്, അതായത് ഹോളിൻ്റെ ആ സൈഡിലോട്ട് മൂവ് ചെയ്യുക. ആൻഡ് മൂവ്സ് എവേ ഫ്രം ദ ഹോൾ, അതായത് ഹോളിൽ നിന്നും അകന്ന് നിൽക്കും. അതിന് CG കുറച്ച് ഹോളിൽ നിന്നും മാറി നിൽക്കുന്ന കേസ്. അല്ലെങ്കിൽ റിമെയിൻസ് അണ്ടർ പൊസിഷൻസ്, അതായത് സെയിം, അതായത് CGയുടെ പൊസിഷനിലൊന്നും ചേഞ്ച് ചെയ്യാതെ സെയിം പൊസിഷനിൽ നിൽക്കും. അല്ലെങ്കിൽ സെൻട്രോയിൽ ചേഞ്ച് ചെയ്യുന്ന സെൻട്രോയിൽ ചേഞ്ചസ് വരും. സോ ഇതിൽ നമുക്ക് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഒരു ഡെൻസർ മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ CG ആ ഡെൻസർ, അതായത് ആ ഹോളിൻ്റെ അടുത്തോട്ട് പോകാനാണ് ടെൻഡൻസി കാണിക്കുക. സോ ദ CG ഈസ് ടുവാർഡ്സ് ദ ഹോൾ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, മൂവ്സ് ടുവാർഡ്സ് ദ ഹോൾ. ക്ലിയർ ആയില്ലേ? ഇതിന് കേസും കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇത് അധികം ഡിഫിക്കൽട്ടായിട്ട് മനസ്സിലാക്കാൻ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ തന്നെ ഈ കേസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The polar moment of inertia of a circular about its centroidal axis is, അതായത് സർക്കുലർ ഒരു സർക്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതായത് ഒരു സർക്കിൾ ഇതിന് സെൻറ്റർ ഐ വൈ വൈ ഐ എക്സ് എക്സ് എക്സസിന് എക്സ് എസ് സോ വൈ വൈ. സോ ഇവരുടെ ഇനേർഷ്യ എന്ന ഐ എക്സ് എക്സ് ഐ വൈ വൈ. നമുക്കറിയാം പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പി എം ഐ വാസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഇതാണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എനി സെക്ഷൻ. സോ സർക്കിളിൻ്റെ കേസസിൽ ഐ എക്സ് എക്സിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ഐ വൈ വൈ ബിക്കോസ് അതിൻ്റെ ഡയമെൻഷൻസ് ആ സെയിം ആണ്. സോ അതിൻ്റെ ഐ എക്സ് ഈക്വൽ ടു ഐ വൈ വൈ ഈക്വൽ ടു പൈ ബൈ 64 ഡി റൈസ്ഡ് 4. ഇതാണ് ഐ എക്സ് ഈക്വൽ ടു ഐ വൈ വൈ ഈക്വൽ ടു പൈ ഡി റൈസ്ഡ് 4/64. ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈക്വൽ ടു പൈ 64 d raised to 4 plus 5 d raised to 4 and then 64. Finally, polar moment of inertia PMI is equal to pi d raised to 4/32. ഇതാണ് ഒരു സർക്കുലർ സെക്ഷൻ്റെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇനി അതൊരു റെക്റ്റാങ്കിൾ സെക്ഷൻ്റെ കേസ് ആവുമ്പോൾ നമുക്കറിയാം we know റെക്റ്റാങ്കിൾ കേസിൽ ഐ എക്സ് എക്സിൻ്റെ വാല്യൂസ് ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12. അതുപോലെ തന്നെ ഐ വൈ വൈ ഇസ് ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12. പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പി എം ഐ ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ ഇസ് ഈക്വൽ ടു ഐ എക്സ് എക്സിൻ്റെയും ഐ വൈ വൈനും സെയിം. That means PMI is equal to BDQ by 12 plus DB ആണ്, സോറി this DB ആണ്, DBQ by 12. ഇതാണ് പോളാർ moment of inertia of a rectangle section. But the question നമുക്ക് ചോദിച്ചിട്ട് circular sectionന്റെ polar moment of inertia ആണ്. So the polar moment of inertia of a circular section is option A 5d raised to 4/64, അതായത് ഐ എക്സ് എക്സ് വാല്യൂ ഓർ ഐ വൈ വാല്യൂ. B 5d raised to 4/32. The option B is correct, 5d raised to 4/32. The question answer pi d raised to 4/32 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി pi d raised to 4/32. ക്ലിയർ? സർക്കിളും ഐ എക്സും ഐ വൈവിൻ്റെയും സമ്മേഷനാണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കിൾ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡ് ആക്സിസ് ടു ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇറ്റ്സ് ബേസ്. അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്ടാങ്കിൾ സെക്ഷൻ്റെ സെൻട്രോയിഡ് അബൌട്ട് ആയിട്ടുള്ള റേഷ്യോ മൊമെൻറ്റും അതിൻ്റെ ബേസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് റെക്ടാങ്കിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദ റെക്ടാങ്കിൾ ഈസ്, ഇതാണ് ഒരു റെക്ടാങ്കിൾ, അതിൻ്റെ ഐ എക്സ് എക്സ് ആക്സിസ് ഓൾവേസ് ഐ വൈ വൈ ആക്സിസ്, ഇതാണ് അതിൻ്റെ ബേസ് ആക്സിസ്. സോ moment of inertia of I x ആക്സിനുള്ള റെക്ടാങ്കിൾ സെക്ഷൻ ബി, ബ്രെഡ്ത്ത് ബിയും ഡെപ്ത് ഡി ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ വാല്യൂസ് ഈക്വൽ ടു സെൻട്രോയിഡ് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ സി ജി ഇസ് ഈക്വൽ ടു, നമുക്ക് മുന്നേ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, ബി ഡി ക്യൂ ബൈ 12. ഐ സി ജി അതായത് സെൻട്രോയിഡ് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കിൾ സെക്ഷൻ ബി ഡി ക്യൂ ബൈ 12. ബേസിന് അബൌട്ട് ആയിട്ടുള്ള സെൻട്രോയിഡൽ ആക്സിസ്, അതായത് പാരലൽ ആക്സസ് തിയറം വെച്ചിട്ട്, പാരലൽ ആക്സസ് തിയറം ഉണ്ട്, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ഉണ്ട്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പാരലൽ ആക്സസ് തിയറം. സോ ദ പാരലൽ ആക്സസ് തിയറം ഇസ് ഈക്വൽ ടു പാരലൽ ആക്സസ് തിയറം ഐ
to the base. I base is equal to ICG plus a y bar square. What is a y bar? അതായത് സെൻട്രോയിഡ് തൊട്ട് ആ ഒരു പോയിന്റ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് y bar. സോ ഇവിടെ നമ്മൾ ICGൻ്റെ വാല്യൂ നമുക്ക് മുന്നേ കിട്ടി BDQ/12. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I base is equal to BDQ/12 plus a. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പറഞ്ഞാൽ B into D into D/2. Y bar is equal to D/2 all square. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ BDQ/3. ഇതാണ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 this equation 1. സോ നമുക്ക് റേഷ്യോ ആണ് കാണേണ്ടത് 1/2. ഇക്വേഷൻ റേഷ്യോ കാണാൻ ഇക്വേഷൻ 1/3 ചെയ്യുമ്പോൾ BDQ/12 all divided by BDQ/3. Sorry, 3. BDQ cancel ചെയ്തു. 3/12 is equal to 1/4. ഇതാണ് ആൻസർ. അതായത് ഒരു റെക്ടാങ്കിൾ സെക്ഷൻ്റെ സെൻട്രോയിഡൽ മൊമെൻറ്റും എബൌട്ട് സെൻട്രോയിഡ് ആയിട്ടുള്ള മൊമെൻറ്റും പിന്നെ അതിൻ്റെ ബേസിലുള്ള മൊമെൻറ്റും തമ്മിലുള്ള ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. സോ അത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1/4. ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. ഓപ്ഷൻ എ ഈസ് 1/4. ഇതന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ടും കിട്ടിയത്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. CGയിലോട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ദ ബേസിലോട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ റേഷ്യോ കണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഫൈനലായിട്ട് നമുക്ക് കിട്ടി 1/4 എന്ന്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Starting from a rest, a particle moving along the circular path of radius r that a distance travel is given by the expressed in s is equal to ct square, where c is the constant, then a tangential and the normal acceleration of the particle r. നമുക്ക് ഏതൊക്കെ ആക്സലറേഷൻ അറിയാം? നോർമൽ നമ്മൾ പറയുന്നത് ലീനിയർ ലോങ്ച്യൂഡിനൽ ഡയറക്ഷനിൽ ഒരു ലീനിയർ മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സലറേഷൻ നമ്മൾ ലീനിയർ ഒറ്റ സിംഗിൾ ആക്സലറേഷൻ അതിൽ ആക്ട് ചെയ്യുന്നുള്ളൂ. ബട്ട് ഒരു ബോഡി സർക്കുലർ മോഷനാണ്, ഒരു ബോഡി സർക്കുലർ റൊട്ടേഷൻ. അതായത് നമ്മളൊരു ത്രെഡിൻ്റെ അറ്റത്ത് ഒരു സ്റ്റോൺ കെട്ടി ജസ്റ്റ് നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റോണിനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ആക്സലറേഷനാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആൻഡ് നോർമൽ ആക്സലറേഷൻ. കേസ് വരക്കാം. ഇതിൻ്റെ സെൻറ്റർ റോപ്പിൻ്റെ അറ്റത്ത് സ്റ്റോണുകൾ കെട്ടി ആ സ്റ്റോണ് പാത്ത് എന്ന് വെച്ചാൽ സർക്കുലർ പാത്ത്. ഈ ഒരു ബോഡിക്ക് രണ്ട് ടൈപ്പ്, അതായത് അതിനൊരു ടാൻജൻഷ്യൽ ആക്സലറേഷൻ ക്രിയേറ്റ് ചെയ്യാം AT, അതുപോലെ തന്നെ സെൻറ്ററിലോട്ട് ടുവാർഡ്സ് ദ സെൻറ്ററിലോട്ട് ഒരു AN ആക്സലറേഷനും ക്രിയേറ്റ് ചെയ്യാം. ഈ A എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ടാൻജൻഷ്യൽ ആക്സലറേഷൻ. സോ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കേസസ്. സോ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ടാൻജൻഷ്യൽ അതായത് AT വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ AT is equal to R, alpha is equal to D square is divided by DT square. നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എസിൻ്റെ വാല്യൂ. AT is equal to R, alpha is equal to D square is divided by DT square. നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എസിൻ്റെ വാല്യൂ. S is the function of a t, then S is equal to ct square. ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഒരു വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ds/dt. വി ഗെറ്റ് വെലോസിറ്റി ആൻഡ് അഗെയിൻ ഡിറൈവ് ചെയ്യുമ്പോൾ d²s/dt² is equal to ആക്സലറേഷൻ. ഇവിടെ നമുക്ക് കിട്ടേണ്ടതും ആക്സലറേഷൻ ആണ്. സോ ദ സെക്കൻഡ് ഡെറിവേറ്റീവ് d²s/dt² ആണ് ഇവിടെ ചെയ്യേണ്ടത്.
സോ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ഈ ഒരു ഇതിനെ ഡെറിവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ d square s by dt square is equal to ds by dt is equal to v is equal to ഈ ഒരു സംഭവത്തിന് 2ct എന്ന് കിട്ടും. വീണ്ടും അതിനെ ഡിറൈവ് ചെയ്യുമ്പോൾ 2c എന്നൊരു ഇക്വേഷനും കിട്ടും. സോ ദ ടാൻജൻഷ്യൽ ആക്സലറേഷൻ is equal to ഈ ഒരു ടേം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2c എന്നാണ് കിട്ടിയത്. സോ ദ ടാൻജൻഷ്യൽ ആക്സലറേഷൻ. അപ്പോൾ ടാൻജൻഷ്യൽ ആക്സലറേഷൻ കിട്ടിയില്ലേ? ഇനി അതുപോലെ തന്നെ നോർമൽ ആക്സലറേഷനും കിട്ടാണ്ട്. സോ ദ നോർമൽ ആക്സലറേഷൻ ഓർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. നോർമൽ ആക്സലറേഷൻ നമ്മൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നു. നോർമൽ ഓർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ AN is equal to v square by r. ഇതാണ് നോർമൽ ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ്. സോ വീൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി സ്ക്വയർ ഇതിനെ സ്ക്വയർ ചെയ്തു 2ct all square by r is equal to 4c square t square by r. അപ്പോൾ നോർമൽ ആക്സലറേഷൻ കിട്ടിയില്ല. ഇതാണ് നോർമൽ ഓർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? സർക്കുലർ മോഷനിലെ ഒരു ബോഡിൻ്റെ നോർമൽ ആക്സലറേഷനും എസ് എന്നുള്ള CD സ്ക്വയറിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ബോഡിൻ്റെ നോർമൽ ആക്സലറേഷനും ടാൻജൻഷ്യൽ ആക്സലറേഷനാണ് ചോദിച്ചത്. സോ നമുക്ക് ടാൻജൻഷ്യൽ ആക്സലറേഷൻ is equal to 2c എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നിലും 2c ഇല്ല. അപ്പോൾ നമുക്ക് ഇതന്നെ ഉറപ്പിക്കാം. ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്കിത് ഉറപ്പിക്കാം. ബട്ട് വീണ്ടും നമ്മളൊരു ക്ലാരിഫിക്കേഷൻ പോകാൻ വേണ്ടിയിട്ട് നോർമൽ ആക്സലറേഷൻ കണ്ടു 4c square t square divided by r. സോ ദ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ദാറ്റ് ഈസ് 2c ആണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ദെൻ ഇസ് എ നോർമൽ 4c square t square divided by r is a normal acceleration. So next question പോകാം. Next question. The energy possessed by a body due to change in its position is option A potential energy, option B kinetic energy, option C mechanical energy, option D absolute energy. What is potential energy? Potential energy is equal to P is equal to energy possessed. ഡിസ്കസ് ചെയ്യാനുള്ളത് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദെയർ പൊസിഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ദ ബോഡി. ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷനെയോ സ്റ്റേറ്റ് ഓഫ് ദ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എനർജീനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ അറിയാം mgh. ഇതിൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, അതായത് ഹൈറ്റ് ഓർ ഡെപ്ത് ഓഫ് ദ ഒബ്ജക്ട്സ്. എം വേരി ചെയ്യില്ല, ജിയും വേരി ചെയ്യില്ല, കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, അതായത് പൊസിഷനെ പൊസിഷനാണ് ഈ പൊട്ടൻഷ്യൽ എനർജിയിൽ മെയിൻ ഫാക്ടറായിട്ട് മാറുന്നത്. സോ എച്ച്. സോ ദ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ പൊസിഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ദ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. സോ നെക്സ്റ്റ് പറയാനുള്ളത് വാട്ട് ഈസ് കൈനറ്റിക് എനർജി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ബോഡിൻ്റെ മോഷനെയോ സ്പീഡിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കൈനറ്റിക് എനർജി. എനർജി possessed by a body due to a virtue of motion or speed of the vehicle is equal to kinetic energy. So kinetic energy ൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ half mv². ഇതിൽ എം കോൺസ്റ്റൻ്റ് ആണ്, ഇതും കോൺസ്റ്റൻ്റ് ആണ്. സോ ദ വേരിയബിൾ ഈസ് വി, അതായത് വെലോസിറ്റി ഓർ സ്പീഡ്. അപ്പോൾ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് വെലോസിറ്റി ഓർ സ്പീഡിനെയാണ്. സോ നമുക്ക് പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? The energy possessed by a body due to changing in its position is. നമുക്കറിയാം പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ദ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്, പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A projectile is fixed at an angle theta to the vertical. Its horizontal range will be maximum when theta is equal to. Projectile motion അറിയാലോ. പ്രൊജക്റ്റൈൽ മോഷൻസ് നമ്മളൊരു കല്ല് ഗ്രൗണ്ടിൽ നിന്നും എറിയുമ്പോൾ അതിൻ്റെ പാത്ത് ട്രേസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഒരു പരാബോളിക് പാത്തിനെ നമ്മൾ പ്രൊജക്റ്റൈൽ, അതായത് പ്രൊജക്റ്റൈൽ മോഷൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പാത്തും നമുക്ക് വരക്കാം. ഒരു സ്റ്റോണ് ഗ്രൗണ്ട്
സ്റ്റോൺ നമ്മൾ എറിയുക, ഈ ഒരു ഡയറക്ഷനിൽ എറിയും. അപ്പോൾ ഇതിൻ്റെ പാത്ത് ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പാത്ത് ദിസ് വൺ ഇറ്റ്സ് എ പാരാബോളിക് പാത്ത്. ഈ ഒരു പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, പിന്നെ അത് ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റിന് നമ്മൾ പോയിന്റ് ഓഫ് റിട്ടേൺ, ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി u, പിന്നെ ഇത് ഹൈറ്റ് പറഞ്ഞാൽ മാക്സിമം മാക്സിമത്തിലുള്ള ഹൈറ്റ് h മാക്സ്, പിന്നെ അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ടു പോയിന്റ് ഓഫ് റിട്ടേൺ ഇക്വൽ ടു r. ഇതാണ് ഒരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസസ്. സോ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞു വെച്ചാൽ മാക്സിമം റേഞ്ച് ദിസ് ഇസ് ആൻ ആംഗിൾ തീറ്റ. ഏത് റേഞ്ചിൽ എത്തുമ്പോഴാണ് ഏത് ആംഗിൾ എറിയുമ്പോഴാണ് മാക്സിമം റേഞ്ച് കിട്ടുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ അത്ലറ്റിക്സ് മീൻസ് സ്പോർട്സിൻ്റെ ടൈമിലൊക്കെ എല്ലാവരും പറയും ജാവലിംഗ് ത്രോ എന്നൊരു അത്ലറ്റ് ഉണ്ട്, ഒരു സ്പോർട്സ് ഐറ്റംസ് ഉണ്ട് ജാവലിംഗ് ത്രോ. ആ ജാവലിംഗ് ത്രോ നമ്മൾ 45 ആംഗിൾ, അതായത് നമ്മൾ ജാവലിംഗ് ത്രോ എറിയുമ്പോൾ ആ ഒരു സ്റ്റിക്ക് 45 ആംഗിൾ എറിയുകയാണെങ്കിൽ മാക്സിമം നമുക്ക് റേഞ്ച് ഒക്കെ എറിയാമെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ 45 കിട്ടാനുള്ള റീസൺ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ റേഞ്ച് ഇൻ ഇക്വേഷൻസ് ഇൻ പ്രൊജക്റ്റൈൽ മോഷൻ R is equal to range is equal to u square sin 2 alpha divided by R is equal to u square sin 2 alpha divided by g. ഇതിൽ u കോൺസ്റ്റൻറ്റ്, g is കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സിൽ യും ജിയും കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് ഈ ഒരു ആൽഫേൻ്റെ കേസസ് ആണ് വേരി ചെയ്യേണ്ടത്. അത് തീറ്റൻ്റെ കേസസ് നമുക്ക് സൈൻ തീറ്റ എപ്പോഴൊക്കെയാണ് മാക്സിമം ആവുന്നത് നമുക്ക് ഓർഡറിൽ വെച്ച് സ്പെസിഫൈ ചെയ്യാം. sin 0 0, sin 90 1, sin 180 0 ആൻഡ് sin 270 അത് -1. ഇതാണ് സൈനിൻ്റെ. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞത് കോസിൻ്റെ ആയിരുന്നു, ഇത് സൈനിൻ്റെ റേഞ്ചസ് ആണ്. സോ സൈൻ മാക്സിമം ആവുന്ന കേസസ്, സൈൻ തീറ്റ മാക്സിമം ആവുന്നത് 90 ഡിഗ്രിയിലാണ് സൈൻ തീറ്റ മാക്സിമം. സോ ദിസ് 2 ആൽഫ ഇക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയാം. അതായത് മാക്സിമം റേഞ്ച് കിട്ടണം. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട വാല്യൂസും മാക്സിമം ആവണം. സൈൻ്റെ വാല്യൂ, തീറ്റൻ്റെ വാല്യൂ 90 ആകുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. തീറ്റ ഈസ് 90 ഡിഗ്രി, സൈൻ തീറ്റ ഈസ് മാക്സിമം. സോ സൈൻ തീറ്റ മാക്സിമം ആവുമ്പോൾ സൈൻ 2 ആൽഫ, അതായത് സൈൻ തീറ്റ ആണെങ്കിലും ഇവിടെ 2 ആൽഫ ആണ്, സൈൻ 2 ആൽഫ ഈക്വൽ ടു 1. അത് 2 ആൽഫ 1 ആവണമെന്നുണ്ടെങ്കിൽ സൈൻ 2 ആൽഫ 1 ആവണമെന്നുണ്ടെങ്കിൽ ഈ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വേണം. സോ ദ 2 ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി, ദെൻ ആൽഫ ഈക്വൽ ടു 45 ഡിഗ്രി. കിട്ടിയല്ലോ. 45 ഡിഗ്രിയിലാണ് 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് അതിൻ്റെ മാക്സിമം റേഞ്ച് ഒക്കെ ചെയ്യുന്നത്. മാക്സിമം ഡിസ്റ്റൻസിൽ അത് വന്ന് റിട്ടേൺ ചെയ്യുന്ന ഈ ഒരു പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് മാക്സിമം ആവുന്നത് തീറ്റ. ഇതൊക്കെ തീറ്റയാണ് കേട്ടോ, സോറി തീറ്റയാണ് കേട്ടോ. സോ തീറ്റേൻ്റെ വാല്യൂ 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് മാക്സിമം റേഞ്ച് ഒക്കെ ചെയ്യുന്നുള്ളത്. ഈ ഒരു ചെയ്യുന്നതിലുള്ള എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് പോയത്. സോ പിന്നെ അതുപോലെ തന്നെ പ്രൊജക്റ്റൈൽ മോഷനിൽ നമുക്ക് പഠിക്കാനുള്ള വേറെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇത് ഈ പോയിന്റ് ഇവിടെ വരെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്താൻ കണ്ടുള്ള ടൈമിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. T is equal to 2u sin theta divided by g. ഈ T അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ആവശ്യമുള്ള ടൈമിനെ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു കേസിൽ നമ്മൾക്ക് അതായത് ഈ ഒരു പോയിന്റ് മാക്സിമം ഹൈറ്റിലെത്താൻ വേണ്ട ടൈം എത്രയാണ് അത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഇതാണ് ഇതിൻ്റെ സെൻട്രലായിരിക്കും H മാക്സ്. ഫസ്റ്റ് കൂടി വരുന്നു,
ഈ ഒരു മാക്സിമം റേഞ്ചിൽ എത്തുമ്പോൾ പിന്നെ അത് കുറഞ്ഞ് വരുന്നത്. ഇതൊരു സിമെട്രിക്കലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഈ ഒരു ഫിഗറിനെ. സോ എച്ച് മാക്സിലെത്താൻ വേണ്ടി ഹൈറ്റ് മാക്സിമത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള സമയം, അതായത് ഹാഫ് ഓഫ് ദ ഈ ഒരു ടോട്ടൽ ടൈമിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ഇവിടെ എത്താൻ വരെയുള്ള ടൈമിൻ്റെ വാല്യൂ. സോ ദ ടൈം ഫോർ മാക്സിമം ഹൈറ്റ് ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് t is equal to 2u sin alpha by g by 2. So answer is u sin theta by g. Time when taken to maximum height il ethan vanda time ne avlu u sin theta by g എന്നും പറയും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ എച്ച് മാക്സിനും, അതായത് മാക്സിമം ഹൈറ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. എച്ച് മാക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഈ 3 ഇക്വേഷൻസും എച്ച് മാക്സിൻ്റെ ഇക്വേഷൻസും ടൈം ടു റീച്ച് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻസും അതുപോലെ തന്നെ റേഞ്ചിൻ്റെ ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു ടേമാണ് ട്രാജക്ടറി. അതായത് ഈ ഒരു പാത്തിനെ പരാബോളിക് പാത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാജക്ടറി എന്നും പറയും. അതായത് ആ പോയിന്റിനെ, അതായത് ഈ ഒരു ബോഡീനെ ട്രേസ് ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു പാത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രജക്ടറി. ഓക്കെ, പ്രൊജക്റ്റൈൽ മോഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ആൻസർ നമുക്ക് നോക്കാം. ഏത് ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് റേഞ്ച് മാക്സിമം ആവുന്നത്? ഓപ്ഷൻ എ 0 ഡിഗ്രി. 0 ഡിഗ്രിയിൽ സൈൻ 2α = 0 ആകുമ്പോൾ ഓൾ ടേംസ് 0 ആവും. സോ ദിസ് റോങ്. ഓപ്ഷൻ ബി 45 ഡിഗ്രി. അതന്നെയല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ച് സോൾവ് ചെയ്തത്. ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ സൈൻ 45 ഡിഗ്രിയിലാണ് മാക്സിമം റേഞ്ച് ഒക്കെ ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 45 ഡിഗ്രി. ക്ലിയർ ആയില്ലേ? ഈ ഒരു ടേംസും കാര്യങ്ങളും ഇതിൻ്റെ ഒരു സ്റ്റെപ്സും പിന്നെ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്, അതായത് റേഞ്ചിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എച്ച് മാക്സിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസിൽ. പിന്നെ ഈ ഒരു പാത്തിനെ പറയുന്ന പേരാണ് ട്രജക്ടറി. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി u, angle make an angle with the ground is equal to theta, horizontal distance between point of projection and point of return is equal to r is equal to range. r എന്ന് പറയുന്ന പേര് range. h max ആണ് maximum vertical distance. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എഞ്ചിനീയർ മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ: ഇഫ് n is the members in a frame and j is the number of joints, then a frame with n is greater than 2j minus 3 is called. അതായത് number of members is equal to n, number of joints is equal to j. ഈ ഒരു ഫ്രെയിംസിൽ n ഈസ് ഗ്രേറ്റർ ദാൻ 2j മൈനസ് 3 എന്നാൽ ഏതാണ് കേസസ്? നമുക്കറിയാം ഫ്രെയിമിന് 3 കേസസ് ഉണ്ട്. പെർഫെക്റ്റ് ഫ്രെയിം ഉണ്ട്, റിഡൻഡൻറ്റ് ഫ്രെയിം ഉണ്ട്, ആൻഡ് ഡെഫിഷ്യൻറ്റ് ഫ്രെയിമും ഉണ്ട്. ഈ ഒരു മെയിൻ കേസ്, ഈ ഒരു 3 കേസസ് ആണ് മെയിനായിട്ട് ഒരു ഫ്രെയിമിലുള്ളത്. പിന്നെ ഒരു പെർഫെക്റ്റ് ഫ്രെയിമിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ നമ്പർ ഇക്വിലിബ്രിയം കണ്ടീഷന് കീപ്പ് ചെയ്യാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ് മെമ്പേഴ്സിലുണ്ടെങ്കിലെങ്കിൽ നമ്മൾ അതിനെ പെർഫെക്റ്റ് ഫ്രെയിം എന്നാണ് പറയുന്നത്. സോ ദ പെർഫെക്റ്റ് ഫ്രെയിം എന്നാൽ പെർഫെക്റ്റ് ഫ്രെയിം number of member is sufficient to keep equilibrium condition of the frame. അതായത് മെമ്പേഴ്സിൻ്റെ നമ്പർ ഈക്വൽ, അതായത് ഇക്വിലിബ്രിയം കണ്ടീഷൻ കീപ്പ് ചെയ്യാൻ ഈക്വൽ ആയിട്ടുള്ള സഫിഷ്യൻറ്റ് മെമ്പേഴ്സാണ് ടു കീപ് ദൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. സച്ച് ടൈപ്സ് ഓഫ് ഫ്രെയിം ഇസ് കാൾഡ് പെർഫെക്റ്റ് ഫ്രെയിം. സോ n is equal to 2j minus 3. ഇതായിരിക്കും പെർഫെക്റ്റ് ഫ്രെയിമിൻ്റെ കേസസിലുള്ള ഇക്വേഷൻസ്. അതായത് n is equal to 2j minus 3.
പെർഫെക്റ്റ് ഫ്രെയിം വെച്ചാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു സഫിഷ്യൻറ്റ് ടു കീപ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് ദ ഫ്രെയിം. അതാണ് പെർഫെക്റ്റ് ഫ്രെയിമിൻ്റെ ബേസിക് ഐഡിയാസ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഫ്രെയിം നോക്കാം. എക്സാമ്പിൾ ഏത് ടൈപ്പ് ഫ്രെയിം ആയിരിക്കും അവിടെ എക്സാമ്പിളായിട്ട് വരാൻ നോക്കാം. ഇതാണ് ഒരു ഫ്രെയിം കണ്ടീഷൻസ്. ഇതിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് n is equal to 3. എത്ര ജോയിൻറ്റ്സ് ഉണ്ട് എന്ന് നോക്കാം. ഇതൊരു ജോയിൻറ്റ്, ഇതൊരു ജോയിൻറ്റ്, ഇതൊരു ജോയിൻറ്റ്. സോ j is equal to 3. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 3 minus 3 is equal to 6 minus 3 is equal to 3. So n is equal to 3. Condition satisfied അല്ലേ? So this types of frame is called perfect frame. സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് റിഡണ്ടന്റ് ഫ്രെയിം. റിഡണ്ടന്റ് ഈ റിഡണ്ടന്റ് ഫ്രെയിമിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ, അതായത് നോർമൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സിനേക്കാളും കൂടിയ നമ്പേഴ്സ് ഓഫ് മെമ്പർ ഉണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്രെയിമിനെ നമ്മൾ പറയുന്ന പേരാണ് റിഡണ്ടന്റ് ഫ്രെയിം. അതായത് എക്സ്ട്രാ ആണ്, മെമ്പറിൻ്റെ നമ്പേഴ്സ് എക്സ്ട്രാ ആണ് ടു കീപ്പ് ആൻ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. സോ ഈ ടൈപ്പിലുള്ള ഫ്രെയിംസിലുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ n ഈസ് ഗ്രേറ്റർ ദാൻ, അതായത് n നമ്പർ ഓഫ് മെമ്പർ കൂടുതലാണ് 2j - 3 ഈ ഇക്വിലിബ്രിയം കണ്ടീഷനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിനേക്കാളും എക്സ്ട്രാ ക്വാണ്ടിറ്റി മെമ്പേഴ്സ് ഇവിടെ ഉണ്ട് എന്നതാണ് ഈ റിഡണ്ടന്റ് ഫ്രെയിമിൻ്റെ കേസസിൽ പറയുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാക്കി നമുക്ക് വരക്കാം. ഒരു members support. ഇതാണ് കേസസ്. ഇവിടെ നമ്പർ ഓഫ് ജോയിൻസ് 1 2 3 4, നമ്പർ ഓഫ് ജോയിൻസ് 4, നമ്പർ ഓഫ് മെമ്പർ 1 2 3 4 5 6. So 2j - 3 is equal to 2 into 4 minus 3. 8 minus 3 is equal to 5. So actually നമ്മൾ ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം 6 ആണ്. സോ 6 ഗ്രേറ്റർ ദാൻ 5. ഈ ടൈപ്പ് ഓഫ് ഫ്രെയിമിനെ നമ്മൾ പറയുന്ന പേരാണ് റിഡണ്ടന്റ് ഫ്രെയിം. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഡെഫിഷ്യന്റ് ഫ്രെയിം. ഡെഫിഷ്യന്റ് സോ ഈ ഒരു ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ നമ്പർ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കുറവ് ഡെഫിഷ്യറ്റ് ആണ്. അത് മെമ്പേഴ്സിൻ്റെ അതായത് കുറവാണ് അവിടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. സോ ദ നമ്പർ ഓഫ് മെമ്പർ ഇസ് ഡെഫിഷ്യൻറ്റ് ടു കീപ് ദാൻ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഇനഫായിട്ടുള്ള മെമ്പേഴ്സ് ഇല്ലാത്തൊരു കേസസ് ആണ് ഡെഫിഷ്യൻറ്റ് ഫ്രെയിം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അതിനൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n ഈസ് ലെസ് ദാൻ, അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ് കുറവാണ് 2j - 3. ഇതാണ് ഡെഫിഷ്യൻറ്റ് ഫ്രെയിമിൻ്റെ ഇക്വേഷൻ കണ്ടീഷൻ. സോ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഫ്രെയിം നോക്കാം. Here joints 4, 4 joints, n is equal to again 4. So 2j minus substitute ചെയ്യുമ്പോൾ 2j - 3 is equal to 2 into 4 minus 3. 8 minus 3 is equal to 5. But നമുക്കറിയാം n is equal to 4 ആണ്. So 4 less than 5. So deficient cases. മനസ്സിലായല്ലോ? പെർഫെക്റ്റ് ഫ്രെയിമും റിഡണ്ടന്റ് ഫ്രെയിമും ഡെഫിഷ്യൻറ്റ് ഫ്രെയിമിൻ്റെയും കേസസും കണ്ടീഷൻസും മനസ്സിലായല്ലോ. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു കണ്ടീഷൻ എപ്പോഴാണ് ഫ്രെയിമിൽ ഉണ്ടാവുക? പെർഫെക്റ്റ് ഫ്രെയിമിൻ്റെ കേസസിലാണോ
ഡെഫിഷ്യൻ ഫ്രെയിമിൻ്റെ കേസസിലാണോ അതോ റിഡൻഡൻറ്റ് ഫ്രെയിമിൻ്റെ കേസസിലാണോ? n ഈസ് അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് ടു കീപ് ദാൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ പറഞ്ഞു റിഡൻഡൻറ്റ് ഫ്രെയിമിൻ്റെ കേസസിലാണ് n ഈസ് ഗ്രേറ്റർ ദാൻ 2j minus 3. So the answer is option C, redundant frame. First perfect frame ആണ് n is equal to 2j minus 3. So deficient ആകുമ്പോൾ n is less than 2j minus 3. So the answer is option C, redundant frame. Clear ആയെന്ന് വിചാരിക്കുന്നു. Next questionലോട്ട് പോകാം. Next question. A statically indeterminate structure is one which has option A more constraints than are necessary, option B less constraints than are necessary, C exactly the same constraints that are necessary, D infinite constraints. What is a statically indeterminate structure? നമ്മൾ എന്താ വെച്ചാൽ ഒരു ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ച് നമുക്കൊരു മെമ്പറിൻ്റെ സ്ട്രെസ്സോ അല്ലെങ്കിൽ റിയാക്ഷനോ കണ്ടെത്താൻ പറ്റാത്ത കേസസ്, അതായത് അതിൻ്റെ ഇനഫായിട്ടുള്ള, അതായത് ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് നമുക്ക് ആ ഒരു ഇതിൻ്റെ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു മെമ്പറിൻ്റെ സ്ട്രെസ്സോ റിയാക്ഷനോ കണ്ടെത്താൻ പറ്റാത്ത ഒരു കേസസാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനേറ്റ് എന്താവും? ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ റിയാക്ഷൻസോ അല്ലെങ്കിൽ സ്ട്രെസ്സോ കണ്ടെത്താൻ പറ്റും. അത് ഈക്വലി ബാലൻസ് ചെയ്യുന്ന കേസസിലാണ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കണ്ടീഷൻസ് പറയാം. ഫോർ ദ കേസ് ഓഫ് കാൻലിവർ ബീം, ഒരു കാൻലിവർ ബീം വരയ്ക്കുകയാണെങ്കിൽ കാൻലിവർ ബീം ഫിക്സ്ഡ് എൻഡ് ആവും, ഫ്രീ എൻഡ്. ഇവിടെയുള്ള റിയാക്ഷൻസ് വി എ എച്ച് എ ഓൾസോ ഇസ് എ മൊമെൻറ്റ്. അപ്പോൾ നമ്പർ ഓഫ് റിയാക്ഷൻസ് കാൻലിവർ കേസസിൽ നമ്പർ ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു 3. നമുക്കറിയാം ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എത്ര ഉണ്ട്? 3 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് 3. Sigma V is equal to 0, sigma V is equal to 0, sigma H is equal to, and sigma M is equal to 0. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് റിയാക്ഷൻസിൻ്റെ എണ്ണവും ഇക്വിലിബ്രിയം കണ്ടീഷനും ഈക്വൽ ആകുന്ന കേസസ് ആണ്. സോ കാൻലിവർ ബീം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എപ്പോഴാണ് ഈ കാൻലിവർ ആവുന്നത്? ഈ ഒരു കാൻലിവർ ബീമിൽ നമ്മൾ അതിൻ്റെ ഫ്രീ എൻഡിൽ ഒരു പ്രൊപ്പഡ് സപ്പോർട്ട് കൊടുത്തു, ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്തെങ്കിലും കൊടുത്തു, പ്രൊപ്പ് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഈ കേസസിൽ നമ്പർ ഓഫ് റിയാക്ഷൻ എന്താ? ഈ ഒരു കേസസിൽ നമ്പർ ഓഫ് റിയാക്ഷൻസ്, അതായത് ആക്ച്വൽ റിയാക്ഷൻ്റെ നമ്പറിൽ നിന്നും ഒരു റിയാക്ഷൻ കൂടെ എക്സ്ട്രാ വന്നു. ബട്ട് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആകെ 3 ഉള്ളൂ. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു എക്സ്ട്രാ അപ്ലൈ ചെയ്ത ആ ഒരു ഹിഞ്ചിൻ്റെ റിയാക്ഷൻ കണ്ടെത്താൻ ഡിഫിക്കൽട്ട് വെച്ചാൽ നോർമലി കണ്ടെത്താൻ പറ്റില്ല. പിന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ, അതായത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയ സ്ട്രക്ചറിൻ്റെ എൻഡിൽ നമ്മളൊരു ഹിഞ്ച് സപ്പോർട്ട്, ഇനി സപ്പോർട്ട്സ് കൊടുത്തിട്ട് അതിൻ്റെ റിയാക്ഷൻ്റെ നമ്പേഴ്സ് കൂട്ടി. ആ ഒരു കേസസിൽ ആ കൂട്ടിയ ഒരു മെമ്പറിനെ നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. സോ ദ കോൺസ്ട്രെയിൻസിൻ്റെ നമ്പേഴ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ആക്ച്വൽ കോൺസ്ട്രെയിൻസിൽ നിന്നും സഫിഷ്യൻറ്റ് കോൺസ്ട്രെയിൻറ്റിൽ നിന്നും കോൺസ്ട്രെയിൻറ്റിൻ്റെ നമ്പേഴ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഈ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ മേജർ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫോഴ്സിനാണ്. സ്റ്റാറ്റിക്കലി അവർ സ്ട്രെസ്സസ്, ഇതിനൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി ഉണ്ട്. ആ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് സ്ലോപ്പ്, ഇതിനൊക്കെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇതും കൂടെ നോട്ട് ചെയ്യണം. സ്റ്റാറ്റിക്കലി നമ്മൾ നോക്കുന്നത് ഫോഴ്സസ് ഓർ സ്ട്രെസ്സസ്, ബട്ട് കൈനമാറ്റിക്കലി നമ്മൾ നോക്കുന്നത് ഡിഫ്ലക്ഷൻ ഓ ആംഗിൾ ഓഫ് സ്ലോപ്പ്. ഇതും അതിലൂടെ ഇമ്പോർട്ടൻസ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഓപ്ഷൻസ് വെച്ച് മനസ്സിലാക്കാം, ദ ആൻസർ ഈസ് മോർ കോൺസ്ട്രെയിൻസ് ദാൻ ആർ നെസസറി. അതായത് നമ്മൾ കോൺസ്ട്രെയിൻസിൻ്റെ നമ്പേഴ്സ് മോറാക്കി ചെയ്യുമ്പോഴാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, മോർ കോൺസ്ട്രെയിൻസ് ദാൻ ആർ നെസസറി. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മൊമെന്റ് എം ഈസ് അപ്ലൈഡ് to the hinged end of a prismatic propped cantilever beam, then the moment at the fixed end of the beam will be. ഒരു ഫിക്സ്ഡ് കാൻലിവർ ബീമിൻ്റെ എൻഡിൽ നമ്മൾ പ്രൊപ്പഡ് എൻഡ് ഫിക്സ് ചെയ്തു.
ആ ഒരു പ്രൊപ്പഡ് എൻഡിൽ നമ്മളൊരു മൊമെൻറ്റ് കൊടുത്തു, ആ ഒരു മൊമെൻറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് നമ്മളെ ഫിക്സ്ഡ് എൻഡിൽ ഉണ്ടാകുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് പറയാം ഒരു ഫ്രീ എൻഡിൻ്റെ കേസ്, അതായത് നമ്മളൊരു ഫ്രീ എൻഡിലാണ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അതൊരു കാൻലിവർ ബീമിൻ്റെ ഫ്രീ എൻഡിൽ ഒരു മൊമെൻറ്റ് അപ്ലൈ ചെയ്തു. ആ ഒരു മൊമെൻറ്റ് കാരണം ഈ ഒരു സപ്പോർട്ടിന് ഒരു ഡിഫ്ലക്ഷൻ വന്നിട്ടുണ്ടാവും. ആ ഒരു ഡിഫ്ലക്ഷനെ കൗണ്ടറാക്ട് ചെയ്യാൻ, അതായത് ആ ഒരു ഡിഫ്ലക്ഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹിഞ്ച്ഡ് സപ്പോർട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ആ ഹിഞ്ച്ഡ് സപ്പോർട്ട് കാരണം ഇതിൻ്റെ അപ്വേർഡായിട്ടൊരു ഡിഫ്ലക്ഷൻ, ഒരു മൊമെൻറ്റ് കൊടുക്കാതെ വെറും ഹിഞ്ച്ഡ് സപ്പോർട്ടാണെങ്കിൽ അപ്വേർഡായിട്ടുള്ളൊരു റിയാക്ഷനും വരും. ഈ രണ്ടും മൊമെൻറ്റും കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് റിയാക്ഷൻ കാരണമുള്ള ഡിഫ്ലക്ഷൻ, അതായത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു റിയാക്ഷൻ equal to deflection due to applied moment. ഇതാണ് ഇവിടുത്തെ ആക്ച്വൽ കണ്ടീഷൻ. അതായത് മൊമെൻറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന റിയാക്ഷനെ കൗണ്ടറാക്ട് ചെയ്യുകയാണ് ഈ ഹിഞ്ച്ഡ് സപ്പോർട്ട്, ഇതിനെ മേലോട്ട് വലിക്കുക. ഈ ഒരു മൊമെൻറ്റ് കാരണമുള്ള ഡിഫ്ലക്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിഞ്ച്ഡ് സപ്പോർട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു റിയാക്ഷൻ നമുക്കറിയാം RBL3 B and B is an A. So RB into L3 divided by 3EI is equal to moment കാരണം MB L square divided by 2EI. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് RB in terms of MB. So EAയും ക്യാൻസൽ, L സ്ക്വയറും L ക്യൂബും. സോ RB is equal to 3M divided by 2L എന്നും കിട്ടും. ഇതിന് ഇക്വേഷൻ 1 ആയി കൊടുക്കുന്നു. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് RB is equal to 3M divided by 2L എന്നും കിട്ടും. എന്നിട്ട് നമുക്ക് RBൻ്റെ വാല്യൂ കിട്ടി. സോ നമ്മൾ മൊമെൻറ്റ് അബൌട്ട് MA, ഈ ഫിക്സ്ഡ് എൻഡിക്ക് മൊമെൻറ്റ് അബൌട്ട് 0 ആക്കി എടുത്തിട്ട് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഈ ഫിക്സ്ഡ് എൻഡിലുള്ള മൊമെൻറ്റ് കിട്ടും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ എൻഡ് മൊമെൻറ്റ്. സോ നമുക്ക് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. സിഗ്മ MA is equal to 0. സിഗ്മ MA is equal to 0. എന്തൊക്കെ മൊമെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്? ഈ ഒരു റിയാക്ഷൻ കാരണം ഈ ഒരു മൊമെൻറ്റ് കാരണം ഒരു മൊമെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസ് ചെയ്യുന്നത് ഫിക്സ്ഡ് എൻഡിൽ ഒരു മൊമെൻറ്റ്, പിന്നെ ഈ റിയാക്ഷൻ കാരണം വേറൊരു മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്യും. സോ മൊമെൻറ്റ് ഡ്യൂ ടു RB വാല്യൂസ്. സോ ഈ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ MA plus M minus RB into L ഇതല്ലേ ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ഇക്വേഷൻസ്. സോ നമ്മളവിടെ ഈ RBൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ MA is equal to MA plus M minus 3M by 2L. ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് MA is equal to M by 2 എന്നൊരു ഫൈനൽ ആൻസർ കിട്ടും. ഇതുകൊണ്ട് എന്ത് മീൻ ചോദിച്ചാൽ നമ്മളൊരു കാൻലിവർ ബീമിൻ്റെ എൻഡിൽ നമ്മളൊരു മൊമെൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് ഫിക്സ്ഡ് എൻഡിലോട്ട് വരുമ്പോൾ അത് ഹാഫായിട്ട് ചുരുങ്ങുന്നുണ്ട്. ക്യാരി ഓവർ ചെയ്യുമ്പോൾ അതൊരു ഹാഫായിട്ടാണ് കിട്ടുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. ഓപ്ഷൻ എ M. ഫിക്സ്ഡ് എൻഡിൽ M ആയിട്ട് തന്നെയാണോ മൊമെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്? സോ ദിസ് റോങ്. ഓപ്ഷൻ ബി M by 2. ഇതല്ലേ നമ്മൾ കണ്ടെത്തിയത്. ഫ്രീ എൻഡിൽ ഒരു മൊമെൻറ്റ് കൊടുക്കുമ്പോൾ അത് ക്യാരി ഓവർ ചെയ്ത് ഫിക്സ്ഡ് എൻഡിലൂടെ എത്തും തോറും ആ എമ്മിൻ്റെ വാല്യൂ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. M by
2. MA is equal to M by 2. Clear ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A fixed beam of a span L carries a concentrated load W at a distance of A from the left hand and B from the right hand. The fixed end moment at the left fixed end will be. ഈ കേസ് വരക്കാം. ഒരു ഫിക്സ്ഡ് ആൻഡ് ബീം, രണ്ട് സൈഡും ഫിക്സ്ഡ് ആയിട്ടുള്ള കേസ് ബീം എ ആൻഡ് ബി, ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും. ഇത് പറയുന്നത് W ആക്ട് ചെയ്യുന്നത് എ ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് എൻഡിൽ നിന്നും എ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് W ആക്ട് ചെയ്യുന്നത്. W എ, അതുപോലെ തന്നെ ഈ W പറഞ്ഞാൽ ബി ഫ്രം റൈറ്റ് എൻഡ്, ബിയിൽ നിന്നും ലോഡിൽ നിന്നും ഫിക്സ്ഡ് എൻഡിലോട്ട് ബി, റൈറ്റ് എൻഡിലോട്ട് ബി ആണ് ഡിസ്റ്റൻസ്. ടോട്ടൽ സ്പാൻ എൽ. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് എൻഡിലുള്ള ഫിക്സ്ഡ് എൻഡ് MAB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കേസസിൽ പോയിന്റ് ലോഡ് ഫ്രം സം ഡിസ്റ്റൻസ് മാറിയിട്ട്, സപ്പോർട്ടിൽ സം ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഫിക്സ്ഡ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ വരുന്നത് MAB. പ്രീവിയസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയ ഇക്വേഷൻസ് ആണ്. MAB is equal to W into AB square by L square. അതുപോലെ തന്നെ MBS equal to W into A square B divided by L square. ഇതാണ് ഫിക്സ്ഡ് ബീമിൽ ഒരു സം ഡിസ്റ്റൻസ് മാറിയിട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് എൻ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് MAB, അതായത് ലെഫ്റ്റ് എൻഡിലുള്ള മൊമെൻ്റ് ആണ്. ഇത് MAB. ഇതുപോലെ തന്നെ ഫിക്സ്ഡ് എൻഡിൽ ഒരു UDL കേസ് ആക്ട് ചെയ്യുന്ന കേസ് ആകുമ്പോൾ രണ്ട് എൻഡിലും സെയിം മൊമെൻ്റ് ആവും. സോ UDL ആണെങ്കിൽ UDL ലോഡ് W per മീറ്റർ ആവുമ്പോൾ MAB is equal to MBA is equal to WL square by 12. ഇതാണ് ഫിക്സ്ഡ് എൻഡിൽ ഫിക്സ്ഡ് എൻഡ് ബീമിൽ UDL ആക്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ സെൻട്രൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ ആവുമ്പോൾ രണ്ട് എൻഡിലും WL by 8 MBA. ഇതാണ് ഇക്വേഷൻസ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്, ബൈ ഹാർട്ടായി പഠിക്കുക. ക്വസ്റ്റ്യനിൽ ഇക്വേഷൻസ് പ്രോബ്ലംസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട കേസസ് ഒക്കെ വരും. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലെഫ്റ്റ് എൻഡ്, അതായത് ലെഫ്റ്റ് എൻഡിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ. സോ WA square B by L square. Option B WAB square divided by L square. Option C WAB by L is wrong. This is wrong and this is always wrong. ഈ രണ്ടിൽ നിന്നും നമുക്ക് ഏതാണ് നമ്മൾ ലെഫ്റ്റ് എൻഡിലുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ WAB സ്ക്വയർ ഡിവൈഡഡ് ബൈ L സ്ക്വയർ. ഇതാണ് നമ്മൾ കണ്ടെത്തിയത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, WAB സ്ക്വയർ ഡിവൈഡ് ബൈ L സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സിംപ്ലി സപ്പോർട്ടഡ് AB സ്പാൻ L, a load W is moving from a left to right. So this left to right at a section point 3L from A, then the maximum bending moment is. ഇതെന്താ വെച്ചാൽ മൂവിങ് ലോഡാണ്, ലോഡ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു കേസസിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് ആണ് നമ്മൾ കണ്ടെത്താൻ പറയുന്നത്. സോ നമുക്കറിയാം സ്റ്റേഷനറി ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ മൂവിങ് ലോഡിൻ്റെ കേസസിൽ നമ്മൾ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ എവിടൊക്കെയാണ് മൂവിങ് ലോഡ് വരുന്ന കേസസ്? മൂവിങ് ലോഡ് നമ്മൾ നോർമൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മുകളിലൊക്കെ ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മുകളിലാണ് മൂവിങ് ലോഡ് വരുന്ന കേസസ്? നമ്മളൊരു വീടിൻ്റെ മേലെ മൂവിങ് ലോഡാണ് വരിക. അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് സ്റ്റേഷനറിയാണ്. അത് ടൈം ടു ടൈം, ഒരു സെക്കൻഡിൽ ചേഞ്ച് ചെയ്യുന്ന ലോഡല്ല. ബട്ട് മൂവിങ് ലോഡിൻ്റെ കേസ് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ബ്രിഡ്ജിൽ ഒരു വെഹിക്കുലാർ ലോഡ് ആക്ട് ചെയ്യുന്നത് ഒരു മൂവിങ് ലോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ
ഈ ഒരു ഇത് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ അപ്ലൈ ചെയ്യുന്നത് കേസ് ഓഫ് ബ്രിഡ്ജാണ്. സോ നമുക്ക് ഈ ഒരു പോർഷനിൽ തന്നെ ഉള്ളൊരു ടോപ്പിക്കാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. വാട്ട് ഇസ് ആൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം? ഒരു സ്പാനിൽ ഒരു ലോഡ് എവിടെയാണോ ലോഡ് ആക്ട് ചെയ്ത് അതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളൊരു സ്പെസിഫിക് സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അവിടേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ആണ്, ആ ലോഡിൻ്റെ ഇൻഫ്ലുവൻസ് ആ സെക്ഷനിൽ എത്രത്തോളം ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് വരക്കുന്ന ഡയഗ്രത്തെ നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്നാണ് പറയുന്നത്. സോ ILD ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം നമുക്ക് ബെൻഡിങ് സിംപ്ലി സപ്പോർട്ടിൽ പോയിന്റ് ലോഡ് മൂവിങ് കേസിൽ വരക്കുകയാണെങ്കിൽ ഫോർ ദ സിംപ്ലി കൺസിഡർ സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഇതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത സെക്ഷൻ Z ഡിസ്റ്റൻസ്. ഈ ലോഡ് ഇവിടെ എത്തി. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ 0 BM എഫക്റ്റാണ് കിട്ടിയത്. ഈ ലോഡ് മൂവ് ചെയ്തുകൊണ്ടേയിരുന്നു, ഇവിടെയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരുന്നപ്പോഴും ഈ ഒരു ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ, അതായത് സെക്ഷനിലോട്ട് അടുത്ത് വരും തോറും BMൻ്റെ വാല്യൂ കൂടി വരുമല്ലോ, അതുപോലെ അത് ഇൻക്രിമെൻറ്റ് ചെയ്തു. ലോഡ് ഇവിടെ എത്തിയപ്പോൾ സം ഇൻക്രിമെൻറ്റ്, അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് സം റേഞ്ചിലെത്തി, മാക്സിമത്തിലെത്തി. ആ മാക്സിമത്തിലെത്തി വീണ്ടും ആ ലോഡ് അതായത് സെക്ഷനിൽ നിന്നും പോകുകയാണ്. സെക്ഷനിൽ നിന്ന് ഡിസ്റ്റൻസ് മാറുന്നതോട് കൂടെ അതിൻ്റെ വാല്യൂ കുറഞ്ഞ് ഈ 0 പോയിന്റിലേക്ക് എത്തും. ഇതാണ് പോയിന്റ് ലോഡ് ഇൻ സിംപ്ലി സപ്പോർട്ട് ബീമിൽ UDL ആക്ട് ചെയ്യുമ്പോഴുള്ള കേസസ്. സോ ഈ മാക്സിമത്തിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ L - Z/L. ഇതാണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസസ്. സോ എപ്പോഴാണ് ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം സെക്ഷനിൽ എപ്പോഴാണ് ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോഡ് മൂവ് ചെയ്യണം, ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്ത് വരെ ചെയ്ത് ഈ ഒരു പോയിന്റിൽ, അതായത് സെക്ഷനിൽ എത്തുമ്പോൾ തന്നെയാണ് ബീമിൻ്റെ വാല്യൂ മാക്സിമം ആയിട്ട് കിട്ടുന്നത്. അതായത് അപ്പോൾ മനസ്സിലാക്കാം നമ്മുടെ പോയിന്റ് ലോഡ് നിൽക്കുന്ന പൊസിഷനും ഈ സെക്ഷനിൽ തന്നെയാണ്. ഈ സെക്ഷനിൽ തന്നെ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോഴാണ് ആ സെക്ഷനിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഒക്കർ ചെയ്യുന്നത്. ഇതാണ് ഈ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കൊണ്ട് നമുക്ക് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ചാൽ, on a simply supported beam AB of a span L, load W is moving from a left to right at a section നിൽക്കുന്നത് ടോട്ടൽ സ്പാൻ L 0.3L ഫ്രം A, അതായത് A സപ്പോർട്ടിൽ നിന്നും 0.3L മാറിയിട്ടാണ് സെക്ഷൻ നിൽക്കുന്നത്. സോ ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദാറ്റ് സെക്ഷൻ, ആ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദാറ്റ് സെക്ഷൻ നടക്കുന്നത് പോയിന്റ് ലോഡ് ആ സെക്ഷനിൽ തന്നെ ആക്ട് ചെയ്യുന്ന കേസസിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് നടക്കുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് എക്സ്, അതായത് ലോഡ് ഇവിടെ ആവുന്ന കേസസിൽ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് പറയും. ഈ എക്സ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് Z കോൺസ്റ്റൻറ്റ്, അത് ആ സെക്ഷൻ്റെ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടുന്ന് കോൺസ്റ്റൻ്റ് ആവും. പക്ഷേ എക്സിൻ്റെ വാല്യൂസ് വേരി ചെയ്തിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് X = Z, അതായത് ലോഡ് നിൽക്കുന്ന പൊസിഷനും സെക്ഷൻ്റെ പൊസിഷനും സെയിം ആണ് എന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പറയുന്നത്. അതായത് = 0.3L, അതായത് ലോഡ് നിൽക്കുന്നതും അതായത് സെക്ഷൻ്റെ പൊസിഷനും സെയിം പൊസിഷനാണ്, അതായത് 0.3L. സോ മാക്സിമം BM വാല്യൂ, BM max is equal to W into X into W into X into L minus X divided by L. Here നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ സെഡിന് ഈക്വൽ ആണ്. Z is equal to 0.3L. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം BM വാല്യൂ BM max W into 0.3L into L minus 0.3L divided by L. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ BM max is equal to 0.21WL എന്നാണ് കിട്ടുന്നത്. അതായത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് is equal to 0.21 into WL. അപ്പോൾ നമുക്ക് പറയാം മാക്സിമം ഒരു സെക്ഷനിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ ആ ലോഡ് ആ സെക്ഷനിൽ തന്നെ ആക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഒക്കർ അറ്റ് ദാറ്റ് സെക്ഷൻ.
സോ ഓപ്ഷൻ നോക്കാം. ബി എമ്മിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് 0.24 WL. ഇതല്ലല്ലോ നമുക്ക് ആൻസർ കിട്ടിയത്. 0.20 WL ഇതുമല്ല. ഓപ്ഷൻ സി 0.21 WL ആണ് നമുക്ക് കിട്ടിയ ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 0.21 WL. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ്, അത് ഇൻഫ്ലുവൻസ് ഡയഗ്രാംസ് എന്താണെന്ന് പറയുന്നത് ഒരു സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലോഡ് മൂവ് ചെയ്യുമ്പോൾ ആ സെക്ഷനിൽ ഉണ്ടാകുന്ന എഫക്റ്റിൻ്റെ ചേഞ്ചസ്, അത് ബി എമ്മിൻ്റെ ചേഞ്ചസും ഷിയർ ഫോഴ്സും, അത് ലോഡ് ആ സെക്ഷനിലോട്ട് അടുക്കും തോറും അതിൻ്റെ വാല്യൂസ് വെച്ച് ജോയിൻ ചെയ്ത് വരക്കുന്ന ആ ഒരു ഡയഗ്രത്തെ നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ക്ലിയർ. സോ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ when a uniformly distributed load shorter than the span is traversing simply supported beam at any point in the beam, maximum value of bending moment will occur when the load is. നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിന് മൂവിംഗ് ലോഡ് കേസസ് തന്നെയാണ്. ബട്ട് ഇതിൽ നമുക്ക് പറയുന്നത് UDL ആണ്. മറ്റേത് പോയിന്റ് ലോഡ് ആയിരുന്നു. പോയിന്റ് ലോഡ് മാക്സിമം വരുന്നത് ആ സെക്ഷനിൽ തന്നെ ലോഡ് ആക്ട് ചെയ്യുമ്പോഴാണ് ആ സെക്ഷനിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്. സോ ഈ കേസ് ഓഫ് UDLൻ്റെ കേസസിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഒക്കർ ചെയ്യുന്ന കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ബീം, അതിൻ്റെ ലെങ്ത് L, that സെക്ഷൻ, ഇതാണ് സെക്ഷൻ Z. സോ ഇതാണ് നമ്മളെ UDL ലോഡ്. ദിസ് UDL, അതിൻ്റെ ലെങ്ത് Dയും ഇതാണ് UDL. ഇവിടെ നമുക്ക് പറയുന്നത് ഷോർട്ട്, അതായത് എല്ലിനേക്കാളും L ഈസ് ഗ്രേറ്റർ ദാൻ D ആണ് കണ്ടീഷൻ കിടക്കുന്നത്. സോ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, അതായത് UDL ലോഡ്, അതായത് ഇതൊരു ബീമിലോട്ട് UDL എൻ്റർ ചെയ്തു. സെക്ഷൻ ഇതാവുമ്പോൾ ലോഡ് എൻ്റർ ചെയ്ത് ഈ ഒരു പോയിന്റിലോട്ട് മാറും തോറും BM വാല്യൂ ഈ ഒരു മാക്സിമത്തിലെത്തി. അതായത് ആ ഒരു കണ്ടീഷനിൽ നമ്മളെ ലോഡിൻ്റെ കേസ് പറഞ്ഞാൽ ഇത് UDLൻ്റെ സ്പാൻ D, ഈ സ്പാനും ഇതിൻ്റെ എൻഡും ഈ സെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് Xും, ദിസ് ഇസ് ടോട്ടൽ L, ദിസ് ഇസ് Z. ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ്. ഈ കേസസ് നമുക്ക് പറയാം ഈ ലോഡിൻ്റെ എൻഡ് ഇവിടെ എത്തുമ്പോഴുള്ള എഫക്റ്റ്, അതായത് ഈ ലോഡ് നിൽക്കുന്നത് ഈ ഒരു കണ്ടീഷനിലാണ്. സോ ഇവിടുത്തെ കോർഡിനേറ്റും രണ്ട് എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ്സ് ആർ ഈക്വൽ. y1 ഈക്വൽ ടു y2. ഈ കണ്ടീഷനിൽ ലോഡ് ഈ ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ കണ്ടീഷനിൽ y1 is equal to y2 y0. ഇതാണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സിമ്പിൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. സോ ഈ ഒരു ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആവുന്ന കേസസിൽ ലോഡിൻ്റെ പൊസിഷനും, അതായത് അതിൻ്റെ സെക്ഷൻ കട്ട് ചെയ്യുന്ന ആ ഒരു ഇതിനൊക്കെ വെച്ച് നമ്മളൊരു ലോങ് ഡെറിവേഷൻ ചെയ്തു. ഈ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കണ്ട. ആഫ്റ്റർ ഇതിൻ്റെ ഫൈനൽ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സോ ഫൈനൽ റിസൾട്ടിൽ നമ്മൾ എത്തിയത് x/d സെക്ഷൻ ലോഡിനെ കട്ട് ചെയ്തതും, അതായത് ഈ ലോഡിനെ കട്ട് ചെയ്ത റേഷ്യോയും Z/L-ഉം ഈക്വൽ ആണ് എന്നാണ് ആ ഒരു ലോങ് ഡെറിവേഷൻ്റെ ഫൈനൽ എഫക്റ്റ് ആയിട്ട് കിട്ടിയത്. x/d is equal to Z/L. ദാറ്റ് മീൻസ് ഈ ഒരു സെക്ഷൻ ലോഡിനെ കറസ്പോണ്ടിങ് കട്ട് ചെയ്തപ്പോൾ ഇവ തമ്മിൽ അതിൽ സ്പാനും ഈ ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണ്. ഈ സ്പാന് ഈ ഒരു സെക്ഷനിൽ കട്ട് ചെയ്ത് പോകുന്ന ആ ഒരു റേഷ്യോ ഇവിടെ എത്തുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇൻ കേസ് ഓഫ് UDL ഒക്കർ ചെയ്യുന്നതാണ് ആ ഒരു ഡെറിവേഷൻ്റെ ഫൈനൽ എഫക്റ്റായി നമുക്ക് കിട്ടിയത്. സോ നമുക്ക് ആൻസറിലോട്ട് പോകാം.
ഓപ്ഷൻ equally placed above the point. ഇതല്ലല്ലോ നമ്മൾ കണ്ടെത്തിയത്. When the point divides the load in the same ratio as it divides the span. ഇതന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് x/d is equal to z/l. രണ്ടും കട്ട് ചെയ്യുന്ന റേഷ്യോ ആണെങ്കിൽ സെയിം റേഷ്യോന്റെ കേസസിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കെ ചെയ്യുന്നത് എന്ന്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, വെൻ ദ പോയിന്റ് ഡിവൈഡ്സ് ദ ലോഡ് ഇൻ ദ സെയിം റേഷ്യോ ആസ് ഇറ്റ് ഡിവൈഡ്സ് ദ സ്പാൻ. ക്ലിയർ ആയില്ലേ? ഇവിടെ ബെൻഡിങ് മൊമെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഷിയർ ഫോഴ്സും ഉണ്ട്. ILD ഷിയർ ഫോഴ്സ് ഇൻ കേസ് ഓഫ് UDL ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ തരാം, ഒരു റഫ് എക്സ്പ്ലനേഷൻ. ഫോർ എ കൺസിഡർ എ ബീം സെക്ഷൻ എക്സ്, UDL ബീമിലോട്ട് എൻ്റർ ചെയ്തു, മൂവ് ചെയ്തു. സോ ഈ ബീം UDLൻ്റെ ഈ ഒരു പോയിന്റ് നമ്മൾ ഹെഡ് എന്നും ഈ ഒരു പോയിന്റിന് നമ്മൾ ടെയിൽ എന്നുമാണ് പറയുന്നത്. അപ്പോൾ ആ UDL ഈ ബീമിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് വാല്യൂ കൂടി വന്ന് ഈ ഒരു സർട്ടൈൻ പോയിന്റ്, അതായത് UDLൻ്റെ ഹെഡ് പോയിന്റ് സെക്ഷനിൽ ടച്ച് ചെയ്യുമ്പോഴാണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഒക്കർ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഈ സെക്ഷൻ പാസ് ചെയ്തു പോയി. ഇതാണ് നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. വെൻ ദ പോസിറ്റീവ് മാക്സിമം ഷിയർ ഫോഴ്സ് ഒക്കർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ലോഡ് ഈ ഒരു പോയിന്റിൽ പാസ് ചെയ്ത് പോകുന്നതോറും ഇതിൻ്റെ വാല്യൂസ് അപ്വേർഡ് മൂവ്മെൻറ്റ് ചെയ്തു നെഗറ്റീവ് നിന്നും പോസിറ്റീവ് സ്റ്റേറ്റിലോട്ട് മാറി സർട്ടൈൻ പോയിന്റ്, അതായത് ഈ ലോഡിൻ്റെ ടെയിൽ പോർഷൻ സെക്ഷനിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അതിന് മാക്സിമം ഷിയർ ഫോഴ്സ്, പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഒക്കർ ചെയ്യുന്നത്. ഇതാണ് ഷിയർ ഫോഴ്സിൻ്റെ കണ്ടീഷൻ. ഹെഡ് പോർഷനിൽ സെക്ഷനിൽ റീച്ച് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സും, ടെയിൽ പോർഷൻ സെക്ഷനിൽ എത്തുന്ന സമയത്ത് നമുക്ക് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സും ആണ് കിട്ടുന്നത്. ഇതാണ് ഷിയർ ഫോഴ്സിൻ്റെ കോമൺ കേസസ്. ഓക്കെ, ക്ലിയർ? ബെൻഡിങ് മൊമെൻറ്റ് മാത്രമേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ് ഷിയർ ഫോഴ്സും കൂടെ ആഡ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a three-hinged parabolic arch is subject to a uniformly distributed load W per meter over entire horizontal span, then horizontal thrust will be. നമുക്ക് പറഞ്ഞിട്ടുണ്ട് 3-hinged ആർച്ചാണ്, അതായത് ആർച്ചിൻ്റെ കേസ് വരക്കാം. സൻ ആർച്ച്, ഒരു ഹിഞ്ച് ഇവിടെ, മറ്റു ക്രൗണിൽ അതർ ഹിഞ്ച്. ഇതാണ് ആർച്ച്. ഈ ആർച്ചിൻ്റെ മുകളിലായിട്ട് UDL ലോഡ് എൻ്റയർ സ്പാനിൽ സ്പ്രെഡ് ചെയ്തൊരു UDL ലോഡ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ആർച്ചിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ L-ഉം ആ ആർച്ചിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ H ആണ്. സോ ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ഇത് പോയിന്റ് എയും ദിസ് ഇസ് പോയിന്റ് ബിയും. സോ VA ആൻഡ് ഹൊറിസോണ്ടലി ഒരു റിയാക്ഷൻ നടക്കും HA. അതുപോലെ തന്നെ VB സെയിം റിയാക്ഷൻ, ഹൊറിസോണ്ടൽ ട്രസ്റ്റ് ഓൾവേസ് ഈക്വൽ ആണ്. സോ HB. ഇതാണ് ഈ ഒരു ആർച്ചിൻ്റെ മെയിൻ റിയാക്ഷൻസ്. ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ UDLയുടെ കേസ്, UDL ഒരു ആർച്ചിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള വെർട്ടിക്കൽ റിയാക്ഷൻസ്, അതായത് VA പ്ലസ് VB ഈക്വൽ ടു ടോട്ടൽ ലോഡ് W ഇൻറ്റു L. ഇത് ഒരു സിമെട്രിക് സെക്ഷൻ ആയതുകൊണ്ട് VA ഈക്വൽ ടു VB ഈക്വൽ ടു WL/2 എന്ന് കിട്ടി. ഓക്കെ, VA ഈക്വൽ ടു VB ഈക്വൽ ടു WL/2. സോ നമുക്ക് ടേക്കിംഗ് മൊമെൻറ്റ് അറ്റ് ക്രൗൺ സെക്ഷനിലോട്ട് മൊമെൻറ്റ് 0 ആക്കി എടുക്കാം, ബിക്കോസ് അപ്പോൾ ഹിഞ്ചിയുടെ സപ്പോർട്ടാണ് ക്രൗണിൽ. സോ മൊമെൻറ്റ് അറ്റ് 0, MC ഈക്വൽ ടു 0. MC ഈക്വൽ ടു 0 എടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ഫോഴ്സസ് ആണ് കൺസിഡർ ചെയ്യുന്നത്? ഈ ഒരു ഇതിൽ MC ഈക്വൽ ടു 0 ഈക്വൽ ടു VA ഇൻറ്റു ഈ ഒരു പോയിന്റിലോട്ട് മൊമെൻറ്റ് VA ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് L/2. VA into L/2 plus, minus, this is clockwise, this is anti-clockwise, HA into ഈ perpendicular distance
HA into H minus ഈ ഒരു ലോഡിൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് W into L/2 ഇതിൻ്റെ സെൻറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ L/4 സോ മൈനസ് W into L/2 into L/4 equal to 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് കിട്ടും. അത് എങ്ങനെ ഇക്വേഷൻ വന്നു വെച്ചാൽ ഈ വി എ വെർട്ടിക്കൽ സപ്പോർട്ട് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L/2 വി എ ഇൻറ്റു L/2 മൈനസ് ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു ഈ ഒരു പോയിന്റുകൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എച്ച് എ ഇൻറ്റു എച്ച്. അതുപോലെ തന്നെ ഈ UDL WLൻ്റെ ടോട്ടൽ ലോഡ് W ഇൻറ്റു L/2 അതായത് ഈ ഒരു സെക്ഷനിൽ L/2 ഡിസ്റ്റൻസിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സപ്പോസ് W ഇൻറ്റു L/2 അതിൻ്റെ സെൻറ്റർ തൊട്ട് ഈ ഒരു ഡിസ്റ്റൻസിലോട് L/4 ചെയ്യുമ്പോൾ നമുക്ക് വി എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. WL/2 ചെയ്യുമ്പോൾ HA is equal to WL² divided by 8H എന്നുള്ള ആൻസർ കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ HA is equal to WL² by 8H ആണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻ ദിസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിലോട്ട് നോക്കാം. ഓപ്ഷൻ എ WL² by 3H, option B WL² by 4H, and option C WL² by 6H, then option D is equal to WL² by 8H. ഇതല്ലേ നമുക്ക് കിട്ടിയത്, ഫൈനലി കിട്ടിയത് WL² by 8H horizontal thrust in that sections in an arch is equal to WL² by 8H ആണ് ആൻസർ ആയി കിട്ടിയത്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 3-hinged parabolic arch is subject to an UDL of 30 kN of the left half of the span. It has a span of 16 meter and the central rise 3 meter. The horizontal thrust at the left support will be. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത അതേ ഇക്വേഷൻ അല്ല, ബട്ട് അതുപോലെ തന്നെ ആർച്ചിൻ്റെ ഒരു വേറെ ടൈപ്പ് എക്സാമ്പിളാണ്. മറ്റേതാകുമ്പോൾ കംപ്ലീറ്റ് എൻ്റെ സ്പാനിൽ UDL ആക്ട് ചെയ്യുക. ബട്ട് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഒരു ഹാഫ് പോർഷനിൽ മാത്രമേ UDL ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെയുള്ള ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഫിഗർ ഇറക്കാം. ഒരു ആർച്ച് സ്പാൻ 16 മീറ്റർ, ഹിഞ്ചഡ് ആർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ടിലോട്ടുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്പാനിൽ ഹാഫ് പോർഷനിൽ മാത്രമേ UDL ആക്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 kN/m. ഇതാണ് ഇവിടുത്തെ ലോഡിങ് കണ്ടീഷൻസ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് VA ആൻഡ് VB HA. ഇതാണ് ഇതിൻ്റെ ലോഡിങ് കണ്ടീഷൻസ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് HAൻ്റെ വാല്യൂ ആണ്. ബട്ട് അതിന് മുമ്പ് നമുക്ക് VAൻ്റെയും VBൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ VA പ്ലസ് VB അതായത് അപ്വേർഡ് ഫോഴ്സസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സസ് VA പ്ലസ് VB ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സസ് 13 into L/2 അതായത് 8. 13 into 8 ടോട്ടൽ ലോഡ്. സോ VA പ്ലസ് VB ഇസ് ഈക്വൽ ടു 240 kN എന്ന് വന്നു. സോ നമുക്ക് VAൻ്റെ വാല്യൂ VBൻ്റെ വാല്യൂ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ടേക്കിംഗ് മൊമെൻ്റ് അറ്റ് എയിലോട്ട് മൊമെൻ്റ് എടുക്കാം. സിഗ്മ MA ഇസ് ഈക്വൽ ടു 0. ആ വാല്യൂസ് എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ലോഡ്, അതായത് 30 kN/m ഈ ഒരു ഇതിക്ക് അബൌട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ 30 into this is 8 പകുതി, ദാറ്റ് മീൻസ് 4. ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് മൈനസ് ഈ റിയാക്ഷൻ VB into 16 ഈക്വൽ ടു 0. HA എടുക്കൂല, കാരണം ഇത് അതിൻ്റെ സെയിം ലൈനിലാണ്
എച്ച് ആക്ട് ചെയ്യുന്നത്. സോ അവിടേക്കുള്ള മൊമെൻറ്റ് 0 ആവും. അവിടേക്കുള്ള എച്ചിൻ്റെ വാല്യൂ എച്ചിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്കിത് കിട്ടിയാൽ നമുക്ക് വി ബി ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനിൽ നിന്നും വി ബി ഇസ് ഈക്വൽ ടു 60 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ വി ബി 60 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ വി എ എത്ര ആവും? വി എ ഇസ് ഈക്വൽ ടു 240 മൈനസ് 60 ഇസ് ഈക്വൽ ടു 180 കിലോ ന്യൂട്ടൺ. അപ്പോൾ വി എയും കിട്ടി, വി ബിയും കിട്ടി. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൊമെൻറ്റ് അബൌട്ട് സിക്ക് 0 ആക്കി എടുക്കുക. സോ കാൽക്കുലേറ്റ് ചെയ്യാം. ടേക്കിംഗ് മൊമെൻറ്റ് അറ്റ് സി എം സി 0. സോ വി എ ഇൻറ്റു എച്ച് മൈനസ് h into horizontal distance 3h minus 30 into load in the moments 30 into 8 into 4 8 into 4 equal to 0. v ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോ h is equal to 160 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ വാല്യൂ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 160 കിലോ ന്യൂട്ടൺ എന്നാണ് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഓപ്ഷനിലോട്ട് നോക്കാം. ഓപ്ഷൻ എ 80 കിലോ ന്യൂട്ടൺ, ഓപ്ഷൻ ബി 120 കിലോ ന്യൂട്ടൺ, ഓപ്ഷൻ സി 182.3 കിലോ ന്യൂട്ടൺ, ബട്ട് ഓപ്ഷൻ സി 160 കിലോ ന്യൂട്ടൺ. ഇതല്ലേ നമുക്ക് ആൻസറിൽ കിട്ടിയത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 160 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഈ ഒരു ആർച്ചിൻ്റെ കേസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർച്ചിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയൊക്കെ ലോഡ് എടുക്കാം, വി എൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എച്ച് എൻ്റെ വാല്യൂ എങ്ങനെ അത് ഡിഫറെൻറ്റ് കേസസിൽ മാറും. അതായത് ലോഡിങ് കണ്ടീഷൻസിൻ്റെ ബേസ് ചെയ്തിൽ അതിൻ്റെ വാല്യൂസിലൊക്കെ ചേഞ്ചസ് വരും. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാപ്പെയോൺസ് തിയറം മൊമെന്റ്സ് കട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാപ്പെയോൺസ് 3 moment തിയറം ഈസ് യൂസ്ഡ് ടു സോൾവ്. വാട്ട് ഈസ് 3 moment, അതായത് ക്ലാപ്പെയോൺസ് 3 moment തിയറം എന്താണ്? ക്ലാപ്പെയോൺസിൻ്റെ 3 moment തിയറം എന്നാണ്? സോ നമ്മളൊരു കണ്ടിന്യൂസ് ബീംസ് കൺസിഡർ എ കണ്ടിന്യൂസ് ബീം, അതായത് മോർ ദാൻ 1-2 സപ്പോർട്ട്സിനാണ് നമ്മൾ കണ്ടിന്യൂസ് ബീംസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പാനിൽ നമ്മൾ യു ഡി എല്ലിൽ ആക്ട് ചെയ്തു, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റ് ലോഡും ആക്ട് ചെയ്തു. ദെൻ ദിസ് ഇസ് W, ക്യാപിറ്റൽ W, ഇത് ആക്ട് ചെയ്തു. ഈ 3 moment തിയറം പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു സപ്പോർട്ടിൽ ഉണ്ടാകുന്ന മൊമെൻറ്റും, അതായത് ഈ 3 സപ്പോർട്ടിലും കറസ്പോണ്ടിങ് ഈ ലോഡ് കാരണം ഈ 3 സപ്പോർട്ടിൽ ഉണ്ടാകുന്ന മൊമെൻറ്റിൻ്റെയും ഈ ലോഡിൻ്റെയും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മൊമെൻറ്റും ആ ലോഡിൻ്റെയും ഒരു റിലേഷൻ, അതായത് അത് എങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യുന്നു വെച്ചിട്ട് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തതാണ് ക്ലാപ്പെയോൺസ് 3 moment തിയറം ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ അപ്പോൾ ഈ ക്ലാപ്പെയോൺസ് 3 moment തിയറം ഇൻ സ്പെസിഫൈഡ് ഇൻ എ കണ്ടിന്യൂസ് ബീംസിലാണ് ഈ ഒരു തിയറം അപ്ലിക്കബിൾ. ഈ ഒരു തിയറം മെയിൻലി കൺസിസ്റ്റൻസി കണ്ടീഷൻ വെച്ചാണ് സോൾവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കൺസിസ്റ്റൻസി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് എൻഡിലും റൈറ്റ് സൈഡിലുള്ള സ്ലോപ്പ് ഈക്വൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് സ്ലോപ്പ് അറ്റ് ലെഫ്റ്റ് സൈഡ് ആൻഡ് സ്ലോപ്പ് അറ്റ് റൈറ്റ് സൈഡ് ആർ ഈക്വൽ. അതാണ് കൺസിസ്റ്റൻസി കണ്ടീഷൻ വെച്ച് പറയുന്നത്. സോ ഇതാണ് ക്ലാപ്പെയോൺസ് 3 moment തിയറം വെച്ച് പറയുന്നത്. സോ ഇവിടെ നമുക്ക് പറയുന്നത് ഫിക്സ്ഡ് ബീമിൻ്റെ കേസസിലാണോ നമ്മൾ ഈ ഒരു 3 moment ഇക്വേഷൻ പറഞ്ഞത്? അല്ല, കണ്ടിന്യൂസ് ബീംസിൻ്റെ കേസസിലാണ് ഈ 3 moment ഇക്വേഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, കണ്ടിന്യൂസ് ബീം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഈസ് ആൾസോ റെഫേർഡ് ടു ആസ് മിനിമം സ്ട്രെയിൻ എനർജി മെത്തേഡ്, മാക്സ്വെൽസ് മോസ് മെത്തേഡ്, കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് ആൻഡ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്.
നമുക്ക് മെയിൻലി ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡും ഉണ്ട്, ഫോഴ്സ് മെത്തേഡും ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് നമ്മൾ അതർ നെയിംസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് or stiffness method or equilibrium method. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിന്റെ അതർ നെയിംസ്. ഈ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിൽ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റിനെയും സ്ലോപ്പിനെയാണ്. അതായത് മെയിൻ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിസ്പ്ലേസ്മെന്റും സ്ലോപ്പും ആണ്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് മെത്തേഡ് ഈസ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. Second, moment distribution method. Moment distribution. Then third method is Cannis method. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഓർ സ്റ്റിഫ്നെസ് മെത്തേഡ് ഓർ ഇക്വിലിബ്രിയം മെത്തേഡിൻ്റെ 3 മെത്തേഡ്സ്. ഇതിൽ അൺനോൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് അൺനോൺ ആക്കി ചെയ്യുന്ന മെത്തേഡ്സ് ആണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കാനിങ്സ് മെത്തേഡ്. ഈ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിൽ ഒരു കണ്ടീഷൻസ് ഉണ്ട്. വെൻ ദ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി dk is less than സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. ഡിഫ്ലക്ഷൻ മെത്തേഡിൻ്റെ ഒരു കേസസ് ആണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി ഈസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. അതുപോലെ തന്നെ നമുക്കുള്ളതാണ് ഫോഴ്സ് മെത്തേഡ് ഉണ്ട്. ഫോഴ്സ് മെത്തേഡ് നോക്കാം. ഓക്കെ, ഫോഴ്സ് മെത്തേഡ് or flexibility method. Compatibility method. ഇതാണ് ഫോഴ്സ് മെത്തേഡ്, ഫ്ലെക്സിബിലിറ്റി ഓർ കോമ്പാറ്റിബിലിറ്റി മെത്തേഡ്. ഈ ഒരു കേസിൽ നമ്മൾ അൺനോൺ ആയിട്ട് എടുക്കുന്നത് ഫോഴ്സ് ഓർ സ്ട്രെസ്സസ് ആണ്. സോ ഇതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് പരിചയപ്പെടാം. ജസ്റ്റ് നെയിമിംഗ് മാത്രം പഠിച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസിലൊന്നും പോകണ്ട. വെർച്വൽ വർക്ക് ഓർ യൂണിറ്റ് ലോഡ്. സെക്കൻഡ് മെത്തേഡ് ഈസ് 3 moment theorem. 3 moment theorem. Column analogy method. Then fourth, elastic center method. Fifth one, Castigliano's theorem. Theorem of minimum energy. And finally Maxwell Morse equation. ഇതാണ് ഫോഴ്സ് മെത്തേഡ് ഓർ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്, കോമ്പാറ്റിബിലിറ്റി മെത്തേഡിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ കൈനമാറ്റിക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഈസ് ലെസ് ദാൻ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. ഇവിടുത്തെ മെയിൻ കണ്ടീഷൻ ds ഈസ് ലെസ് ദാൻ dk. ഓക്കെ, അപ്പോൾ
ഇത് ചുമ്മാ ഒരു ലിസ്റ്റ് ഔട്ട് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് അധികമായിട്ടും ഡീപ്പായിട്ട് പഠിക്കണ്ട. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ അൺനോൺസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, സോറി ഡിഫ്ലക്ഷൻ ആണ്. ഫോഴ്സ് മെത്തേഡിൽ അൺനോൺസ് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്സിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇതാ, ഫോഴ്സ് മെത്തേഡിലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഏത് മെത്തേഡ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. സോ മിനിമം സ്ട്രെയിൻ എനർജി മെത്തേഡ്, മാക്സ്വെൽസ് മോസ് മെത്തേഡ്, കൺസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ്, ദെൻ ഫൈനലി സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. ഇതല്ലേ നമ്മൾ പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ അണ്ടറിലാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഉള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. ഓക്കെ, ക്ലിയർ? സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് അസംഷൻസ് ഇൻ ദ അനാലിസിസ് ഓഫ് സ്ട്രെസ്? സ്ട്രെസ്സിൻ്റെ അനാലിസിസിൽ ഇൻകറക്റ്റ് assumptions ഏതാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, all joints are pinned. ഓപ്ഷൻ ബി, loads are applied at joints only. ഓപ്ഷൻ സി, all members are straight. and ഓപ്ഷൻ ഡി, weight of the members are acting at their centers. അപ്പോൾ നമുക്ക് അനാലിസിസ് ഓഫ് സ്ട്രെസ്സിലെ അസംഷൻസ് നോക്കാം. assumptions first assumption, all members are in same plane. അതായത് സെയിം പ്ലെയിൻ. സ്ട്രെസ്സസിലെ എല്ലാ മെമ്പേഴ്സും ഒരേ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്, ഒരേ പ്ലെയിനിലാണ് സ്ട്രെസ്സസിലെ എല്ലാ മെമ്പേഴ്സും എന്നാണ് അസംഷൻസ്, ഫസ്റ്റ് അസംഷൻസ് പറയുന്നത്. സോ സെക്കൻഡ് അസംഷൻ, the bars are connected at their ends by smooth pins or hinge. ഈ സെക്കൻഡ് അസംഷൻസ് പറഞ്ഞാൽ നമ്മളെല്ലാ മെമ്പേഴ്സിൻ്റെയും എൻഡിൽ കണക്ട് ചെയ്യുന്നത് സ്മൂത്ത് പിന്നോ ഹിഞ്ച് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നാണ് സെക്കൻഡ് അസംഷൻസ് പറയുന്നത്. ദെൻ തേർഡ് അസംഷൻ, the loads are applied at the joints only. ഈ ഒരു അസംഷൻസ് പറഞ്ഞാൽ സ്ട്രെസ്സിലെ ജോയിൻസ് ലോഡ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ജോയിൻസിലാണ്, മെമ്പറിലല്ല. അപ്പോൾ ജോയിൻസ് ലോഡാണ് ഈ സ്ട്രെസ്സസിൽ ആക്ട് ചെയ്യുന്നത്. സോ ഫോർത്ത് അസംഷൻ, members are straight and forces are axial. ഇത് പറയുന്നത് വെച്ചാൽ എല്ലാ മെമ്പേഴ്സും സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു മെമ്പേഴ്സാണ്, പിന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആക്സിയലി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് അസംഷൻ, weight of the member negligible. അതായത് ഒരു ട്രസ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ വെയിറ്റ് അത് ക്യാരി ചെയ്യുന്ന ലോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് നെഗ്ലിജിബിൾ ആണ്. ഹ്യൂജ് ലോഡ് ക്യാരി ചെയ്യുന്ന ഒരു ട്രസ് മെമ്പേഴ്സിൻ്റെ വെയിറ്റ് ലോഡിന് ക്യാരി കപ്പാസിറ്റി അപേക്ഷിച്ച് അതിൻ്റെ വെയിറ്റ് നെഗ്ലിജിബിൾ ആണ് ഈ ഒരു അസംഷൻസ് പറയുന്നത്. സോ നെക്സ്റ്റ് അസംഷൻ, the stress are statically determinate. ഇതാണ് നമ്മളുടെ സ്ട്രെസ്സസിൻ്റെ അസംഷൻസ്. സ്ട്രെസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ചെയ്യണം. അപ്പോൾ അസംഷൻസ് ഒന്ന് നോക്കാം. ആൾ മെമ്പേഴ്സ് ആർ ഇൻ സെയിം പ്ലെയിൻ, എല്ലാ മെമ്പേഴ്സും സെയിം പ്ലെയിനിലാണ്
The bars are connected at their ends by the small pins or hinges. ഒരു ബാസിൻ്റെ എൻഡ് കണക്ട് ചെയ്തത് സ്മോൾ പിൻസോ ഹിഞ്ചോ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ദ ലോഡ്സ് ആർ അപ്ലൈഡ് അറ്റ് ദ ജോയിൻറ്റ്സ് ഓൺലി. അതായത് ഡ്രസ്സിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ജോയിൻറ്റ്സിലാണ്, മെമ്പേഴ്സിലല്ല. സോ നെക്സ്റ്റ് മെമ്പേഴ്സ് ആർ സ്ട്രൈറ്റ് ആർ ഫോഴ്സ്ഡ് ആക്സിയൽ. മെമ്പേഴ്സ് സ്ട്രൈറ്റും ഫോഴ്സ് ആക്സിയലും ആണ്. സോ നെക്സ്റ്റ് വെയ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് നെഗ്ലിജിബിൾ. ആ മെമ്പർ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിനെ അപേക്ഷിച്ചിട്ട് വെയിറ്റ് നെഗ്ലിജിബിൾ ആണ്. സോ ദ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ്, സ്ട്രെസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണെന്നാണ് പറയുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം, ഏതാണ് ഇൻകറക്റ്റ് അസംപ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ആൾ ജോയിൻസ് ആർ പിൻഡ്. ഇത് അസംപ്ഷൻസിലുണ്ട്. ലോഡ്സ് ആർ അപ്ലൈഡ് വിത്ത് ജോയിൻസ്, ഇതും പറഞ്ഞിട്ടുണ്ട്. ആൾ മെമ്പേഴ്സ് ആർ സ്ട്രൈറ്റ്, ഇതും പറഞ്ഞിട്ടുണ്ട്. വെയ്റ്റ് ഓഫ് ദ മെമ്പർ ആർ ആക്ട് ചെയ്ത് സെൻറ്റേഴ്സ്. വെയ്റ്റ് ഓഫ് ദ മെമ്പർ നെഗ്ലിജിബിൾ എന്നാണ് നമ്മുടെ അസംപ്ഷൻസിൽ പറയുന്നത്. സോ ദിസ് ദ റോങ് അസംപ്ഷൻസ്. സ്ട്രെസ് അനാലിസിസിലെ റോങ് അസംപ്ഷൻസ് ആണ്. വെയ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആർ ആക്ട് ചെയ്ത് സെൻറ്റേഴ്സ്. അപ്പോൾ ഒക്കെ ക്ലിയർ. അസംപ്ഷൻസ് ഓഫ് സ്ട്രെസ് അനാലിസിസ് ആണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. പഠിക്കുക. ഇതിലിങ്ങനെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സ്ട്രക്ചറൽ അനാലിസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓൾ ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് എല്ലാ ഒരു പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിക്കുക, മാക്സിമം പോർഷൻസ് കവർ ചെയ്യുക. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതേപോലെ ക്വസ്റ്റ്യൻസും ഇതുപോലത്തെ ഇതേ മോഡൽസ് ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. So thank you and then all the best for your exam.